ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. അപ്പോൾ യെസ്റ്റർഡേ നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫി റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞു. മൗണ്ടൻസ്, ഹിമാലയാസ് ആർ ഡൺ അല്ലേ? ഹിമാലയൻ റേഞ്ചസ് ഇന്നലെ കഴിഞ്ഞു. വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട്, പിന്നെന്താ ഡിസ്കസ് ചെയ്തേ? ഹിമാലയൻ റേഞ്ചസ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഓക്കെ, ദ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ഫിസിക്കൽ ജിയോഗ്രഫി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. കോസ്റ്റൽ പ്ലെയിൻസിന് റീജിയണലി പല നെയിംസ് ഉണ്ട്. ദാറ്റ്സ് വൺ തിങ് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. ആൻഡ് ദെൻ ദർ ഈസ് ഓൾസോ ഡിഫറൻസ് ഇൻ ദ വെസ്റ്റ് കോസ്റ്റ് ആൻഡ് ഈസ്റ്റ് കോസ്റ്റ്. എന്തൊക്കെയാ ഫോർമേഷനിൽ ഡിഫറൻസ്? ഓക്കെ, ഓൺലൈൻ സ്റ്റുഡൻസ് എന്തെങ്കിലും ഒന്ന് പറയൂ. ക്യാൻ യു ഗൈസ് ഹിയർ മീ? ഇന്നലത്തെ പോലെ പ്രശ്നമുണ്ടോ? ഓൺലൈനിൽ ഇരിക്കുന്നവരാരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയൂ. ഓക്കെ ആണ്. യെസ്, കേൾക്കാം. ഓക്കെ, സോ വെസ്റ്റ് കോസ്റ്റ് മേജർലി എന്താണ്? കോസ്റ്റ് ഓഫ് സബ്മേർജൻസ് ആണ് അല്ലേ? ടിൽ ദി കേരള കോസ്റ്റ് അല്ലെങ്കിൽ മലബാർ കോസ്റ്റ് സബ്മേർജിങ് കോസ്റ്റ് ആണ്, താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കേരള കോസ്റ്റ് ഈസ് കോസ്റ്റ് ഓഫ് എമർജൻസ്, സിമിലർ ടു നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് ഇ ഫോർ എമർജൻസ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ കൺഫ്യൂഷൻ പോയില്ലേ? ഇ ഫോർ എമർജൻസ്, ദിസ് ഈസ് സബ്മർജൻസ്. അപ്പോൾ എവിടെയാ കോണ്ടിനെന്റൽ ഷെൽഫ് കൂടുതൽ? സബ്മേർജ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കോ എമേർജ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കോ? സബ്മേർജ് ചെയ്യുന്ന സ്ഥലത്ത്. അതുകൊണ്ടല്ലേ ഇത് കണ്ടോ ഇത്രയും റീജിയൻ ഷെയ്ഡഡ് ആയിട്ട് കാണുന്നത്. സോ വെസ്റ്റ് കോസ്റ്റ് ഹാസ് മോർ കോണ്ടിനെന്റൽ ഷെൽഫ്. ഓക്കെ, പിന്നെ കൂടുതൽ ഇൻഡൻഷൻസ് എവിടെയാ? വെസ്റ്റ് കോസ്റ്റിലാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ കുറെ പോർട്ടുകൾ, മോസ്റ്റ് ഓഫ് ദ വെസ്റ്റേൺ പോർട്സ് ആർ നാച്ചുറൽ പോർട്സ്. ഈസ്റ്റേൺ കോസ്റ്റിന്റെ പ്രത്യേകത സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, ഇൻഡൻഷൻസ് കുറവാണ്. അത് കാരണം എന്താ, നമുക്ക് പോർട്സ് ആർട്ടിഫിഷ്യലി നമ്മൾ എന്ത് ചെയ്യണം? മണലൊക്കെ എടുത്തിട്ട് നമ്മൾ വിശാഖപട്ടണം പോലെയുള്ള ആർട്ടിഫിഷ്യൽ പോർട്സ് ആണ് നമ്മളുള്ളത്. ഓക്കെ, ഇതാണ് ബേസിക് ഡിഫറൻസ്. ആൻഡ് ലാൻഡ് ഫോംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈസ്റ്റ് കോസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഡെൽറ്റാസ് ആണ്. ഡെൽറ്റാസ് ആസ് വെൽ ആസ് ലഗൂൺസ് അല്ലേ? ലഗൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ടർ ബോഡി വിച്ച് ആർ കോസ്റ്റൽ ആൻഡ് ഓൾസോ ദർ ഈസ് എ സാൻഡ് ബാർ വിച്ച് ഈസ് സെപ്പറേറ്റിംഗ് ഇറ്റ് ഫ്രം ദി ഓഷ്യൻ അല്ലേ? ലഗൂൺസ്. സോ ഏതൊക്കെ ലഗൂൺസ് നമുക്കറിയാം? ചിലിക്ക ലഗൂൺ, ദെൻ ഏതൊക്കെയാ കോസ്റ്റൽ ലഗൂൺസ്? പുലിക്കട്ട്, പുലിക്കട്ട് ലേക്ക് എവിടെയാ? ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും ബോർഡറിലാണ്. ഓക്കെ, ആന്ധ്ര എക്സാക്ട് ബോർഡറിലാണ് പുലിക്കട്ട്. സോ ഹാഫ് ആയിട്ട് കിടക്കുകയാണ്. ദെൻ ദർ ഇസ് ചിലിക്ക ലേക്ക്. സോ ബേസിക്കലി ലഗൂൺസ് ആസ് വെൽ ആസ് ഡെൽറ്റാസ് ആർ മോർ കോമൺ ഇൻ ഈസ്റ്റ്. വെസ്റ്റിൽ ഏതൊക്കെയാ കോമൺ? എസ്റ്റുറീസ് ആണ്. എസ്റ്റുറീസ് ആൻഡ് ദർ ആർ നോ ഡെൽറ്റാസ് ഇൻ ദ വെസ്റ്റ് കോസ്റ്റ്. ഓക്കെ, ആൻഡ് ദ റിവേഴ്സ് ആർ മോസ്റ്റ്ലി ഇൻ ദി എന്താ? കൂടുതൽ ഹൈ വെലോസിറ്റി റിവേഴ്സ് ആണ് വെസ്റ്റ് കോസ്റ്റിലേക്ക് വരുന്നത്. ഇവിടെ കുറച്ചുകൂടി സ്ലോവർ വെലോസിറ്റി ഡെപ്ത് സ്റ്റേജ് അല്ലെങ്കിൽ എന്താണ് ഓൾഡ് സ്റ്റേജിലുള്ള റിവേഴ്സ് ആണ്. ഇതൊക്കെയാണ് മേജർ ഡിഫറൻസ്. ഇനി കോസ്റ്റിന്റെ പേര് നമ്മൾ എന്താ പറയുന്നത്? ഈസ്റ്റ് കോസ്റ്റിൽ പല പേരുകളുണ്ട്. ഉത്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാ? ഒഡീഷ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ്. ദെൻ ദർ ഇസ് ആന്ധ്ര കോസ്റ്റ്, പിന്നെ കൊറാമണ്ടൽ കോസ്റ്റ്. ഓക്കെ, ഇനി വേറെയും പേരുണ്ട് നോർത്തേൺ സർക്കാർ എന്ന് പറയുമ്പോൾ മഹാനദിയുടെയും കൃഷ്ണ നദിയുടെ ഇടയിൽ, ദ മൗത്ത് ഓഫ് മഹാനദി ആൻഡ് കൃഷ്ണ, ഇതിന്റെ ഇടയിലുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് നോർത്തേൺ സർക്കാർസ്. ആൻഡ് കൃഷ്ണയുടെയും കാവേരിയുടെയും മൗത്തിനിടയിലുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് കർണാട്ടിക് പ്ലെയിൻസ്. ഓക്കെ, കർണാട്ടിക് വാർസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏത് റൈവൽറിയില? ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറിയിൽ നമ്മൾ കർണാട്ടിക് വാർസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, കർണാട്ടിക് മ്യൂസിക്. സോ അതൊക്കെ ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, കർണാട്ടിക് എന്ന് കരുതി അത് കർണാടകത്തിലാണ്, വെസ്റ്റ് കോസ്റ്റ് ആണെന്ന് കരുതരുത്. കർണാടക സംഗീതം വന്നതും ആന്ധ്രയിൽ നിന്നാണ്. ഓക്കെ, സോ ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. സോ ആന്ധ്രയിലും കർണാട്ടിക് എന്ന് പറയുന്ന പേരുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് വെസ്റ്റ് കോസ്റ്റ് കേരളത്തിൽ കോമൺ ആയിട്ടുള്ള ലാൻഡ് ഫോം ആണ് നമ്മൾ പറയുന്ന കായലുകൾ, വേമ്പനാട് കായൽ എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, ദ കോസ്റ്റ്, വെസ്റ്റ് കോസ്റ്റ് ആൻഡ് ഈസ്റ്റ് കോസ്റ്റ്. അപ്പോൾ കുറച്ച് ടെർമിനോളജീസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. എമർജൻ്റ് ആണ് ഈസ്റ്റ് കോസ്റ്റ്. അഗ്രഡേഷനിലാണ്. അഗ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെപ്പോസിഷനിലാണ് അല്ലെ? മോർ ഡെപ്പോസിഷൻ, അതുകൊണ്ട് പരന്ന് കിടക്കും. ബീച്ചസ്, കോസ്റ്റൽ പ്ലെയിൻസ്, അഗ്രഡേഷൻ അതിന്റെ ഓപ്പോസിറ്റ് ടേം ഏതാ? ഡീഗ്രഡേഷൻ. സോ ദിസ് ഈസ് മോർ അഗ്രഡേഷണൽ. ഓക്കെ,
ലഗൂൺസ് ഉണ്ട്, ചിലിക്ക, പുലിക്കട്ട്, ഇതെല്ലാമാണ് ഈസ്റ്റ് കോസ്റ്റിന്റെ പ്രത്യേകത. വെസ്റ്റ് കോസ്റ്റ്, സോറി, ഇതിന്റെ പല റീജിയണൽ നെയിംസ് ഇതാണ്. തമിഴ്നാടും ആന്ധ്രയും കൂടെ ടുഗദർ വിളിക്കുന്നതാണ് കൊറോമാൻഡൽ. നോർത്തേൺ സർക്കാർസ് ഞാൻ പറഞ്ഞു, കർണാട്ടിക് പറഞ്ഞു, ഉത്കൽ and all these regional names later. If you don't have notes, you can read it. Western coastal estuaries are predominant. Then there is Gujarat, Konkan, Karnataka and Malabar coast. ഇതൊക്കെയാണ്. കനറ ബാങ്ക് എന്ന് കേട്ടിട്ടില്ലേ? കനറ ഈസ് കർണാടക കോസ്റ്റിന്റെ വേറൊരു പേരാണ് കനറ കോസ്റ്റ്. ഓക്കെ, അതാണ് കോസ്റ്റൽ ബെൽറ്റ്. ഇനി യെസ്, വിച്ച് ഈസ് മോർ റോക്കി? വെസ്റ്റ് കോസ്റ്റ് ആണോ ഈസ്റ്റ് കോസ്റ്റ് ആണോ? വെസ്റ്റ് കോസ്റ്റ് ആണ്. കാരണം സബ്മേർജൻസ് കാരണം ആണ്. ദാറ്റ്സ് വൈ യു ഹാവ് ക്ലിഫ്, വർക്കല ക്ലിഫ് പോലെയുള്ള ലാൻഡ് ഫോം എല്ലാം വെസ്റ്റ് കോസ്റ്റിലാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്. നൗ വി വിൽ ഡിസ്കസ് അബൌട്ട് ദി പ്ലാറ്റോസ്. പ്ലാറ്റോ, പീഠഭൂമി, റൈറ്റ്? അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്നൊരു പേരെന്താണ്? ഡെക്കാൻ പ്ലാറ്റോ. ഡെക്കാൻ പ്ലാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. ഓക്കെ, ദി എൻറ്റയർ പ്ലാറ്റോ, നോർത്ത് ഈസ്റ്റിലും പ്ലാറ്റോ ഉണ്ട്. സോ ദ എൻറ്റയർ പ്ലാറ്റോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ പെനിൻസുലാർ പ്ലാറ്റോ. അതിന് പല റീജിയണൽ ഏരിയാസ് ഉണ്ട്, പേരുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നൊരു ഇതിലില്ലാത്തൊരു ആളുണ്ട് രാജസ്ഥാൻ സൈഡിൽ. അതിൻ്റെ പേരാണ് നമ്മൾ മാർവാടികൾ എന്നൊക്കെ പറയില്ലേ, മാർവാർ പ്ലാറ്റോ. മാർവാർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റോ, അല്ലെങ്കിൽ മേവാർ പ്ലാറ്റോ എന്നൊക്കെ വിളിക്കും. സോ മാർവാഡീസ്, ദ ബിസിനസ് കമ്മ്യൂണിറ്റീസ് അല്ലേ, അവർ വരുന്നത് ഈ ഒരു പ്ലാറ്റോ റീജിയനിൽ നിന്നാണ്. അപ്പോൾ മാർവാർ പ്ലാറ്റോ. ഇവിടെ പോകുന്ന നദി ഏതാ? നമ്മൾ എപ്പോഴും പ്ലാറ്റോയെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ആ പ്ലാറ്റോയുടെ ലൊക്കേഷൻ ഏതൊക്കെ സ്റ്റേറ്റിൽ പോകുന്നു എന്ന് അറിയണം, അത് ഏത് റിവേഴ്സ് ആണ് ഡ്രെയിൻ ചെയ്തതെന്ന് അറിയണം. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അവിടെ കൾച്ചറലി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. സോ മാർവാറിൽ പോകുന്ന നദി ഏതാ? ബനാസ് എന്ന് പറയുന്ന നദിയാണ് മാർവാർ പ്ലാറ്റോയുടെ. സോ ഇവിടെ സ്ലൈഡ് ഉണ്ട്. മാർവാർ പ്ലാറ്റോ, ബനാസ് റിവർ, ഓക്കെ, അതിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ബറാച്ച് ആസ് വെൽ ആസ് ഖാരി റിവർ. ഓക്കെ, രാജസ്ഥാനാണ്. അപ്പോൾ അവിടുത്തെ ഹിൽ റേഞ്ച് ഏതാ? ആരവല്ലീസ്. അപ്പോൾ ഈ ബനാസ് റിവറിന്റെ ഒറിജിൻ എവിടെയാ? ആരവല്ലീസ് ആണ്. ആരവല്ലീസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് ഈ നദി എന്ത് ചെയ്യും? ബനാസ് നദി, ഇറ്റ് വിൽ ഇറോഡ് ദീസ് മാർവാർ പ്ലാറ്റോ. അതാണ് മാർവാർ പ്ലാറ്റോയുടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന് രാജസ്ഥാനിലാണ്, അവിടെ പോകുന്ന നദി എന്ന് പറയുന്നത് ബനാസും അതിന്റെ ട്രിബ്യൂട്ടറീസും. ഈ ബനാസ് ഏതിന്റെ ട്രിബ്യൂട്ടറിയാ? ചമ്പൽ. ബനാസ് ലേറ്റർ ഗോസ് ആൻഡ് ജോയിൻസ് ചമ്പൽ. ഓക്കെ, ഇനി ആ ചമ്പൽ പോകുന്ന പ്ലാറ്റോയുടെ പേരാണ് മാൽവ പ്ലാറ്റോ. മാൽവ എന്ന് പറയുമ്പോൾ നമ്മുടെ സൗതേൺ രാജസ്ഥാന്റെയും നമുക്കറിയാം ചമ്പൽ നദി ഏത് രണ്ട് സംസ്ഥാനങ്ങളുടെ ബോർഡറാണ് ഉണ്ടാക്കുന്നത്? അറ്റ്ലസ് ഉണ്ടോ കയ്യിൽ? ഉണ്ടെങ്കിൽ ഇന്ത്യ പൊളിറ്റിക്കൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചമ്പൽ നദി മധ്യപ്രദേശിന്റെ നോർത്ത് വെസ്റ്റില് ഓക്കെ പോയി രാജസ്ഥാനും മധ്യപ്രദേശും തമ്മിലുള്ള ബോർഡർ ഉണ്ടാക്കുന്ന നദിയാണ് ചമ്പൽ. Can you see that? പൊളിറ്റിക്കൽ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പൊളിറ്റിക്കൽ ഓർ ഫിസിക്കൽ, കണ്ടോ? മാൽവ പ്ലാറ്റോ. സോ മാൽവ പ്ലാറ്റോ അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ആണ് ഇരിക്കുന്നത്, മധ്യപ്രദേശിലും രാജസ്ഥാനിലും. അതിലൂടെ പോകുന്ന നദിയാണ് ചമ്പൽ റാവിൻസ്. ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി കേട്ടിട്ടുണ്ടോ? ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചമ്പലും അതിൻ്റെ ട്രിബ്യൂട്ടറീസും ഇറോഡ് ചെയ്ത് വളരെ റഗ്ഗഡ് ആയിട്ടുള്ള ഒരു ടോപ്പോഗ്രഫി ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആൾക്കാർ വിളിച്ചിരുന്ന ഡെക്കോയിറ്റി, നമ്മുടെ ഫൂലൻ ദേവി എന്ന് പറയുന്ന ആളുടെ, അതാണ് ഈ ചമ്പൽ റാവിൻസ്. ഇത് നടന്ന സ്ഥലമാണ് മാൽവ. ഓക്കെ, മാൽവ ക്ലിയർ അല്ലേ? സോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. നമ്മുടെ നേരത്തെ പറഞ്ഞത് ഏതായിരുന്നു? മാർവാറിന്റെ തൊട്ട് താഴെയുള്ള പ്ലാറ്റോ ആണ് മാൽവ പ്ലാറ്റോ. ആൻഡ് നേരത്തെ പറഞ്ഞത് ബനാസ് നദിയാണ്. അത് വന്ന് ചേരുന്ന ചമ്പൽ നദിയും അതിന്റെ ട്രിബ്യൂട്ടറീസും ആണ് മാൽവയിലുള്ളത്. സോ ദിസ് ഈസ് ദ സെക്കൻഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത പ്ലാറ്റോ നമുക്ക് പഠിക്കേണ്ടത് ബുണ്ടേൽഖണ്ഡ് പ്ലാറ്റോ. ബുണ്ടേൽഖണ്ഡ് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ, നിങ്ങൾ ഹിസ്റ്ററിയുടെ ക്ലാസ് കഴിഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ ഖജുറാവോ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് അല്ലേ? ഖജുറാവോ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആരാണ്? ചണ്ടേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡിന് വേറൊരു പേരുണ്ട് പണ്ട്. ഏതാ? ഏൻഷ്യന്റ് ഹിസ്റ്ററിയിലെ either you will hear as ചണ്ടേലാസ് ഓഫ് ബുണ്ടേൽഖണ്ഡ് എന്ന് കേൾക്കും, അല്ലെങ്കിൽ ചണ്ടേലാസ് ഓഫ് ജേജബുക്തി. അപ്പൊ ഈ ബുണ്ടേൽഖണ്ഡിന്റെ പണ്ടത്തെ പേരാണ് ഈ ജേജബുക്തി. പ്രിലിംസിൽ ചിലപ്പോൾ ഇതും ചോദിക്കാം, ബുണ്ടേൽഖണ്ഡ് ഒന്നും സ്ട്രൈറ്റ് തരില്ല.
ഓക്കെ, അപ്പൊ ബുണ്ടേൽഖണ്ഡിൽ ആണ് നമ്മുടെ ഖജുറാവോ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസും നമ്മുടെ ചണ്ടേലാസ് ഒക്കെ ജീവിച്ചത്. ബുണ്ടേൽഖണ്ഡിന്റെ പ്രത്യേകത എന്താ? കെൻ, ബെത്വ, ദാസൻ നദികൾ, ഈ 3 നദികളാണ് ഇവിടെ പോകുന്നത്. കെൻ, ബെത്വ, ദാസൻ. ഇത് ആരുടെ ട്രിബ്യൂട്ടറീസാ? ഈ കെന്നും ബെത്വയൊക്കെ യമുനയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഈ ബുണ്ടേൽഖണ്ഡ് എന്ന് പറയുന്നത് നോർത്തേൺ യു പി എം പി, സോറി സദേൺ യു പി, നോർത്തേൺ എം പി, ആ ഒരു യു പി എം, ഇങ്ങനെ ഓർത്താൽ മതി പെട്ടെന്ന് പഠിക്കാനേ. എം പി മോസ്റ്റ് ഓഫ് ദ ഇതിൽ കോമൺ ആയിരിക്കേ. ഓക്കെ, രാജസ്ഥാനും എം പി തമ്മിലുള്ളതാണ് മാൽവ. ക്ലിയർ ആണോ? മാൽവയുടെ മുകളിൽ ജസ്റ്റ് രാജസ്ഥാനിലുള്ളതാണ് മാർവാർ. ഓക്കെ, മധ്യപ്രദേശും യു പിയും തമ്മിലുണ്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബുണ്ടേൽഖണ്ഡ്. ഓക്കെ, ഇനി ബീഹാറും യു പിയും ഉണ്ടാക്കുന്ന ആ ഒരു ഏരിയ ജസ്റ്റ് ടച്ച് ചെയ്ത ഒരു ട്രൈ ജംഗ്ഷൻ, യു പി ബീഹാർ, അതിനെയാണ് നമ്മൾ ബാഘേൽഖണ്ഡ് എന്ന് വിളിക്കുന്നത്. ബാഘേൽഖണ്ഡ് ബുണ്ടേൽഖണ്ഡിന്റെ ഈസ്റ്റിൽ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പറയുന്നത് ബുണ്ടേൽഖണ്ഡാണ്. കെൻ, ബെത്വ നദികൾ. ഈ കെൻ, ബെത്വ എന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഏതാ പറയണ്ടേ? കെൻ, ബെത്വ റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്ടിനെ പറ്റി പഠിക്കണം. ഓക്കെ, കെന്നിൽ നിന്നും ബെത്വയിലേക്കാണ് വാട്ടർ ഡൈവേർട്ട് ചെയ്യുന്നത്. കാരണം എന്താ? ഈ ബുണ്ടേൽഖണ്ഡ് ഒരു ഡ്രൈ റീജിയൻ ആണ്. അവിടേക്ക് ഇറിഗേഷൻ വാട്ടറിന് വേണ്ടിയിട്ടാണ് കെന്നിൽ നിന്നും നമ്മൾ കനാൽ എടുത്തിട്ട് ബെത്വയിലേക്ക് വാട്ടർ കൊടുക്കുന്നത്. കെൻ, ബെത്വ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം? ടൈഗർ റിസർവ്, ഒരു ടൈഗർ റിസർവ് ഉണ്ട് ഇവിടെ. ഏതാ? പന്ന ടൈഗർ റിസർവ് സബ്മേർജ് ആവും. ഓക്കെ, പന്ന ടൈഗർ റിസർവ് സബ്മേർജ് ആവും. അതാണ് കെൻ, ബെത്വ റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്റ്റും ബുണ്ടേൽഖണ്ഡും. ഇനി അടുത്തത് നമുക്ക് ബാഘേൽഖണ്ഡ് പറയാം. ഓക്കെ, ബാഘേൽഖണ്ഡ്. ബാഘേൽഖണ്ഡിൽ പോകുന്ന മേജർ നദി എന്ന് പറയുന്നത് സോൺ റിവർ ആണ്. സോൺ നദി നേരത്തെ പറഞ്ഞു, ഇതെവിടെയാ? കുറച്ചുകൂടി ഈസ്റ്റിലാണ്, ഈസ്റ്റ് ഓഫ് ബുണ്ടേൽഖണ്ഡ്. ഈ ബാഘേൽഖണ്ഡിൽ വരുന്നത് സോൺ ആണെന്ന് പറഞ്ഞു. ഈ സോൺ എവിടെ നിന്ന് വരുന്ന നദിയാ? സോൺ ഒറിജിനേറ്റ്സ് ഫ്രം അമർകണ്ടക് പ്ലാറ്റോ. അമർകണ്ടക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റോ, അല്ലെങ്കിൽ അമർകണ്ടക് ഹിൽസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതെന്താ ആക്ച്വലി? വിന്ധ്യാസും സത്പുരാസും മെർജ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ അമർകണ്ടക്. ഓക്കെ, ഓർ അമർകണ്ടക് ഏത് ഹിൽസിലാന്ന് വേണേൽ പറയാം? മൈക്കള ഹിൽസിലാണെന്നും വേണേൽ പറയാം. മൈക്കള ഹിൽസ് ഓഫ് സത്പുര. ഓക്കെ, അപ്പോൾ ഈ അമർകണ്ടക് ഹിൽസിന്റെ ഏരിയയിൽ നിന്നും വരുന്നതാണ്. ഈ വിന്ധ്യാസിന്റെ ഈസ്റ്റിൽ കൈമുർ എന്ന് പറയുന്ന ഒരു റേഞ്ച് ഉണ്ട്. കൈമുർ, ടു ബി വെരി എക്സാക്ട് നമ്മൾ പറയുന്നത് കൈമുറിൽ നിന്നാണ് സോൺ നദി വരുന്നത്. കൈമുർ റേഞ്ച്. ഇപ്പൊ സോൺ റിവർ പോകുന്നു. സോൺ ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. സോണിൽ ഒരു ഡാം ഉണ്ട്. എന്താ അതിന്റെ പേര്? റിഹന്ത് ഡാം. സോൺ നദിയിലുള്ള ഒരു ഡാമിന്റെ പേരാണ് റിഹന്ത് ഡാം, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് ഗോവിന്ദ് വല്ലഭ് സാഗർ. വേറൊരു സ്ലൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ, ലേറ്റർ സ്ലൈഡിൽ സോൺ നദിയെ പറ്റി ലേറ്റർ വി ആർ ഡീലിംഗ് ഇറ്റ്. ഈ സ്ലൈഡിൽ ഇട്ടിട്ടില്ല, സോ ജസ്റ്റ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. റിഹന്ത് നദി. ഈ സോൺ നദിക്ക് പിന്നെയും ട്രിബ്യൂട്ടറി ഉണ്ട്, ദാറ്റ് ഈസ് റിഹന്ത് റിവർ. സോറി കൺഫ്യൂഷൻ ആയതാണ്. റിഹന്ത് ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് സോൺ റിവർ ആൻഡ് ഓൺ ദാറ്റ് റിഹന്തിലാണ് റിഹന്ത് ഡാം ഉള്ളത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? സോണിന്റെ ട്രിബ്യൂട്ടറി ആണ് റിഹന്ത് റിവർ, റിഹന്തിലാണ് റിഹന്ത് ഡാം. പിന്നെ ബൻസാഗർ ഡാം ഈസ് ഇൻ സോൺ റിവർ. ഓക്കെ, അതാണ് അടുത്ത പ്ലാറ്റോ, ബാഘേൽഖണ്ഡ്. നെക്സ്റ്റ് ജേജാബുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുണ്ടേൽഖണ്ഡില്ലേ, അതിന്റെ ഏൻഷ്യന്റ് നെയിമാണ്. അവിടെ ചണ്ടേലാസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ബുണ്ടേലാസ് ഉണ്ടായിരുന്നു, ചണ്ടേലാസ്, ബുണ്ടേലാസ്. അപ്പോൾ ഇതിന്റെ പഴയൊരു പേരാണ്. ഈ ബുണ്ടേൽഖണ്ഡ് പുതിയൊരു വാക്കല്ലേ? ഓക്കെ, പഴയ വാക്കാണ് ജേജാബുക്തി. ചണ്ടേലാസ് ഓഫ് ജേജാബുക്തി എന്നോ ബുണ്ടേലാസ് ഓഫ് ജേജാബുക്തി എന്നൊക്കെ വരാം. നെക്സ്റ്റ് പ്ലാറ്റോ ഈസ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോ. ചോട്ടാ നാഗ്പൂർ എന്ന് പറയുമ്പോൾ എവിടെയാ? ജാർഖണ്ഡിലാണ്. ഇതിന് കുറെ മൈനർ പ്ലാറ്റോ നെയിംസ് ഉണ്ട്. റാഞ്ചി പ്ലാറ്റോ, ഹസറിബാഗ് പ്ലാറ്റോ എന്നെല്ലാം വിളിക്കും. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോയുടെ ഒരു മേജർ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദികൾ റേഡിയൽ ഡ്രെയിനേജ് ഓക്കെ ഫോളോ ചെയ്യുന്നു. അത് ഏതൊക്കെയാ? അതായത് ഒരു എലിവേറ്റഡ് ലാൻഡ് ആണല്ലോ, ദിസ് ഈസ് എ പീഠഭൂമി. അപ്പൊ അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഒരു സെൻട്രൽ നിന്നും ഇങ്ങനെ പല ദിക്കിലേക്ക് പോകുന്ന നദികൾ. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഡ്രെയിനേജ് ആണ് ഇത്. സെൻട്രിഫ്യൂഗൽ എക്സാമ്പിൾസ് ആണ് സുബർണരേഖ, ദാമോദർ, നോർത്ത് കോയൽ, സൗത്ത് കോയൽ, ബരാക്കാർ. ഈ നദികളെല്ലാം ചോട്ടാ നാഗ്പൂരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നദികളാണ്. സോ ഇതാണ് ചോട്ടാ നാഗ്പൂർ. ഇതിന്റെ ഒരു എക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്താ? റിച്ച് ഇൻ കോൾ ആണ്, കോൾസ്. അപ്പൊ ഏത് ടൈപ്പ് കോളാ? ഗോണ്ട്വാന കോൾ അല്ലേ?
ഗോണ്ട്വാന കോൾ. ഇന്ത്യയിൽ 2 ടൈപ്പ് കോൾ ഇല്ലേ മേജർലി, ഗോണ്ട്വാന ആസ് വെൽ ആസ് ടെർഷ്യറി കോൾ. ഓൾഡസ്റ്റ് കോൾ ആണ് ഗോണ്ട്വാന. ദിസ് ഇസ് മെയിൻലി ബിറ്റുമിനസ് ടൈപ്പ് കോൾസ് ആണ് അല്ലെ, ബിറ്റുമിനസ് ടൈപ്പ്. സോ ഡ്രെയിനേജ് പാറ്റേൺ നമ്മൾ പറഞ്ഞു. ഇവിടെ പോകുന്ന നദികളാണ് ദാമോദർ, സുബർണരേഖ. ഓക്കെ, ദാമോദറിനെ പറ്റി നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. ദാമോദർ വാലി കോർപ്പറേഷൻ, ഒരു 4 ഡാം ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ റിച്ച് ഇൻ മിനറൽസ് ആണ്. പക്ഷെ അവിടെ എന്ത് വേണം? ഇൻഡസ്ട്രീസ് വേണം. ഇൻഡസ്ട്രീസിന് എന്ത് വേണം? പവർ വേണം. ആ പവർ ജനറേറ്റ് ചെയ്യാൻ ഇവിടെ കുറെ ഡാം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ വിൽ സ്റ്റഡി അബൌട്ട് ദ ഡാം ലേറ്റർ. സുബർണരേഖയിലാണ് ഹുൻഡ്രു വാട്ടർഫോൾസ്. ഓക്കെ, സുബർണം ഗോൾഡ് ആണ്, ഗോൾഡ് ഉണ്ട് അവിടെ. നോർത്ത് കോയൽ, സൗത്ത് കോയൽ. ഈ സൗത്ത് കോയൽ ആൻഡ് ഇത് ഒരു സംഘ് റിവർ, ദർ ഇസ് അനദർ റിവർ കോൾഡ് ആസ് ബ്രാഹ്മണി. ബ്രാഹ്മണി എന്ന് പറയുന്ന ബ്രാഹ്മണി ആൻഡ് ബൈത്തരണി അല്ലേ, ഈ ബ്രാഹ്മണിയുടെ ഒരു ട്രിബ്യൂട്ടറി അല്ലേ സൗത്ത് കോയൽ. സൗത്ത് കോയലും പിന്നെ സംഘ്, സംഘ് എന്ന് പറയുന്ന നദി ഈ ബ്രാഹ്മണി നദിയുടെ ട്രിബ്യൂട്ടറിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ. ഓക്കെ, ദാമോദർ. ഈ ദാമോദറിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യൻ അറ്റ്ലസ് ഉണ്ടോ? ദാമോദർ എങ്ങനെ ഫ്ലോ ചെയ്യുന്നത്? റിഫ്റ്റ് വാലിയിലാണ്. നമ്മൾ നർമ്മദിയും തപ്പിയും പറയുന്നുണ്ട്, വെസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നത് ഒരു റിഫ്റ്റ് വാലിയിലാണ്. ദാമോദറിന്റെ ജേണി എങ്ങനെയാ? ഈ ഛോട്ടാ നാഗ്പൂരിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഇത് എവിടേക്കാ പോകുന്നത്? ദാമോദർ മേഘാലയ, ബംഗാൾ. ബംഗാളിൽ പോയിട്ട് കടലിലേക്ക് പോവുക, അതോ ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടോ? ജോയിൻസ് ഹും? ബറാജില് യെസ്, ഹൂഗ്ലി. അതായത് നമ്മുടെ ഫർക്ക ബറാജിൽ ഗംഗ സ്പ്ലിറ്റ് ആയിട്ട് പദ്മയായിട്ടും ഹൂഗ്ലി ആയിട്ടും പോകുന്നുണ്ട് അല്ലെ. ആ ഹൂഗ്ലിയിലേക്ക് പോയിട്ട് ഈ റിഫ്റ്റ് വാലിയിലൂടെ ദാമോദർ മെർജ് ചെയ്യാണ്. സോ ദിസ് ഇസ് ദ ജേർണി ഓഫ് ദാമോദർ ഫ്രം ഛോട്ടാ നാഗ്പൂർ ടു ബംഗാൾ ആൻഡ് ഇറ്റ് ജോയിൻസ് ഹൂഗ്ലി ഇൻ ബംഗാൾ. ഓക്കെ, അതാണ് ദാമോദറിന്റെ കഥ. പിന്നെ ഹസറിബാഗ് റാഞ്ചി പ്ലാറ്റോ. പിന്നെ നമുക്ക് പറയേണ്ടത് ഈ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോയുടെ ഈസ്റ്റേൺ മോസ്റ്റ് എവിടെ തീരുന്നു? ഇൻ ദ ഈസ്റ്റ്. അവിടെ ഒരു ഹിൽസ് ഉണ്ട്, രാജ്മഹൽ ഹിൽസ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ സ്ഥലം എന്താണ്? ഒരു പ്ലെയിൻ ഏരിയ ആണ്. ദർ ഇസ് നോ മൗണ്ടൻ. ആക്ച്വലി അവിടെ ഡെപ്പോസിഷൻ നടന്നതാണ്. സോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് കണ്ടിന്യൂസ് അല്ലേ, ടിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് വരെ ഈ വോൾക്കാനിക് ഡെപ്പോസിഷൻ ഉണ്ടായിരുന്നെന്നും ഈ ഒരു ഏരിയക്ക് വിളിക്കുന്ന പേരാണ് മാൾഡ. മാൾഡ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലമാണ്. സോ ദിസ് പ്ലേസ് അണ്ടർവെന്റ് ഗ്രാബൻ അല്ലെങ്കിൽ ഡൗൺ ഫോൾട്ടിങ്. ഗ്രാബൻ അറിയില്ലേ? അപ്പൊ ഈ രാജ്മഹൽ ഹിൽസ് എന്തായി മാറി? ഒരു ഹോഴ്സ്റ്റ് ആയി മാറി. പറയാൻ പറ്റുമോ? ഹോഴ്സ്റ്റ്. ആൻഡ് ഇവിടുത്തെ മേഘാലയൻ പ്ലാറ്റോയിലെ ഫസ്റ്റ് ഹില്ലായിട്ടുള്ള ഗാരോ, പിന്നെ ഏതാ? ഖാസി ജന്തി. അപ്പൊ സോ ദർ ഈസ് സംതിങ് കോൾഡ് ആസ് ഗാരോ രാജ്മഹൽ ഗ്യാപ്പ് അല്ലെങ്കിൽ മാൾഡ ഫോൾട്ട് എന്ന് വിളിക്കാം. ഗാരോ രാജ്മഹൽ ഗ്യാപ്പ് അല്ലെങ്കിൽ മാൾഡ ഫോൾട്ടിങ്. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചേ? ഇത് കണ്ടോ, ഇനീഷ്യലി ഇവിടെ എന്തായിരുന്നു? ജസ്റ്റ് നമ്മുടെ ബ്രഹ്മപുത്രയും ഗംഗയും ഒരു നദിയായിരുന്നു എന്നാ പറയുന്നത്. ദെൻ വാട്ട് ഹാപ്പൻ? ഇവിടെ താഴെ പോയപ്പോൾ ഗംഗ അണ്ടർവെന്റ് എ സ്പ്ലിറ്റ്, ബ്രഹ്മപുത്ര ഓൾസോ അണ്ടർവെന്റ് എ സ്പ്ലിറ്റ്. അതാണ് ഏൻഷ്യൻ റിവേഴ്സിനെ നമ്മൾ സരസ്വതി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എന്തുകൊണ്ടാണ് മേഘാലയൻ പ്ലാറ്റോ. സോ ദിസ് ഈസ് നോട്ട് മൗണ്ടൻസ്, ദീസ് ആർ ആക്ച്വലി വോൾക്കാനിക് ഇൻ ഒറിജിൻ. ഗാരോ, ഖാസി, ജെൻഡ. സോ വിൽ ഡിസ്കസ് അബൌട്ട് ദം. അടുത്ത പ്ലാറ്റോ ആണ് മേഘാലയ പ്ലാറ്റോ അല്ലെങ്കിൽ ഷില്ലോങ് പ്ലാറ്റോ. ഓക്കെ, ദ അതർ നെയിം ഈസ് ഷില്ലോങ് പ്ലാറ്റോ. അപ്പോൾ ഇതിന്റെ കോമ്പണൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഗാരോ ഹിൽസ്. ഗാരോ എന്ന് പറയുന്ന ട്രൈബ്സ് അവിടെ ഉണ്ട്. ഖാസി ഹിൽസ് ആണ്. ഇപ്പൊ 3 മെയിൻ ഹിൽസ് ആണല്ലോ അത്. അപ്പൊ ഖാസിയിലാണ് അവരുടെ ക്യാപിറ്റൽ ഷില്ലോങ് ഉള്ളത്, ചിറാപുഞ്ചി ഉള്ളത്, മൗസിൻഡ്രം ഉള്ളത്. അപ്പൊ എല്ലാവരും ഖാസിയിലാണ്. ദ ഡൊമിനന്റ്, നമ്മൾ മേഘാലയ പോയാൽ നമുക്ക് മനസ്സിലാവും, ദ ഡൊമിനന്റ് ട്രൈബ് ഓഫ് മേഘാലയ ഈസ് ഖാസി ഫുഡ്, ഖാസി കുസിൻ, ഖാസി കൾച്ചർ ആണ് അവിടുത്തെ ഡോമിനന്റ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മേജർ ഷില്ലോങ് ക്യാപിറ്റലും ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം എല്ലാം ഈ ഖാസിൽ തന്നെയാണ്. മൂന്നാമത്തതാണ് ജൈന്തിയ. ഇതിന് വേറൊരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട്, അതാണ് മിക്കിർ ഹിൽസ് ആസാമില്, അല്ലെങ്കിൽ അതിനെ കാർബി ആംഗ്ലോങ് എന്ന് വിളിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി ഷില്ലോങ് പ്ലാറ്റോ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആണ്. സോ മിക്കിർ ഹിൽസ് ഓർ കാർബി ആംഗ്ലോങ് പ്ലാറ്റോ ഈസ് ഓൾസോ പാർട്ട് ഓഫ് നമ്മുടെ മേഘാലയൻ പ്ലാറ്റോ. കൺഫ്യൂഷൻ എവിടെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ പൂർവാഞ്ചൽ ഹിൽസ് എന്ന് ചോദിക്കും. അതിൽ ഓപ്ഷനിൽ മിക്കിർ ഹിൽസ് വരും. പെട്ടെന്ന് നമ്മൾ മിക്കിർ ഹിൽസ് നോർത്ത് ഈസ്റ്റിലാണല്ലോ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. സോ ദിസ് ഈസ് ദ ട്രാപ്പ്. മിക്കിർ ഈസ് എ പ്ലാറ്റോ. നൗ ഇറ്റ് ഈസ് നോട്ട് യൂഷ്വലി കോൾഡ് ആസ് മിക്കിർ. നൗ ഇതിന്റെ പേരെന്താണ്? കാർബി ആംഗ്ലോങ് എന്നാണ്.
ഓക്കെ, സോ ദിസ് ഈസ് ഷില്ലോങ് പ്ലാറ്റോ. ഓക്കെ, സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ ഡെക്കാൻ പ്ലാറ്റോ, നമ്മുടെ മേജർ ട്രയാങ്കുലർ ഷേപ്പിലുള്ള പ്ലാറ്റോ. ഇതിന് കുറേ റീജിയൻസ് ഉണ്ട്. ഇതിന്റെ ഒരു ജനറൽ സ്ലോപ്പ് എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. കാരണം ഈ ഇന്ത്യൻ പ്ലേറ്റ് വന്ന് ഇടിച്ചതിന് ശേഷം ഇതിന് റൊട്ടേഷൻ സംഭവിച്ചു. ഓക്കെ, റൊട്ടേഷൻ സംഭവിച്ചപ്പോൾ വെസ്റ്റ് ടു ഈസ്റ്റ് ആയി. അതുകൊണ്ടാണ് നമ്മുടെ കൃഷ്ണ, ഗോദാവരി, കാവേരി എല്ലാം അങ്ങോട്ട് പോകുന്നത്. റൈറ്റ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മഹാരാഷ്ട്രൻ പ്ലാറ്റോയെ പറ്റി പറയാം. മഹാരാഷ്ട്ര, അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീക്സ്, അവിടെയുള്ള മഹാരാഷ്ട്രയിലെ ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻസ് സത്മല, അജന്ത, ഹരിശ്ചന്ദ്ര, ബലാഘാട്ട്, ഇതൊക്കെയാണ് മഹാരാഷ്ട്രയിലെ മേജർ മൗണ്ടൻസ്. ഓക്കെ, മഹാരാഷ്ട്ര പ്ലാറ്റോ ബസാൾട്ടിക് ആണ്. സോ റെഗുർ സോയിൽ, ഇതെല്ലാം നമുക്ക് ബേസിക്കലി അറിയുന്ന കാര്യങ്ങളാണ്. ഹിൽസിന്റെ മാത്രം പഠിക്കുക പേര്. മധ്യപ്രദേശ് ആണോ മഹാരാഷ്ട്രയാണോ എന്നുള്ള കൺഫ്യൂഷനാണ് ഇവിടെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതിനൊരു ന്യൂമോണിക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പഠിക്കുക. സത്മല, അജന്ത, ഹരിശ്ചന്ദ്ര ആൻഡ് ബലാഘട്ട് റേഞ്ച്. നെക്സ്റ്റ് കർണാടക പ്ലാറ്റോ ആണ്. കർണാടക പ്ലാറ്റോയിൽ എന്താ ഉള്ളത്? കർണാടക പ്ലാറ്റോ വേറൊരു പേരും അറിയപ്പെടാറുണ്ട്, മൈസൂർ പ്ലാറ്റോ എന്ന് പറയപ്പെടാറുണ്ട്. അതിന് രണ്ട് ഡിവിഷൻസ് ആണ്. ഒന്ന് ഹില്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഒന്ന് ഫ്ലാറ്റ് ലാൻഡ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി റഗ്ഗഡ് ടോപ്പോഗ്രഫി ആയിട്ടുള്ള. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൽനാട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ചിക്കമംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങളെല്ലാം, ബാബ ബുദാൻഗിരി, നേത്രാവതി, ട്രക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ അല്ലേ, അതെല്ലാം ഈ നമ്മുടെ മൽനാട്. ആൻഡ് ദ ഫ്ലാറ്റ് ലാൻഡ് ഇതിനെ നമ്മൾ മൈതാൻ എന്ന് വിളിക്കും. ഓക്കെ, സോ ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് ഏതാ? മുളയനഗിരി അല്ലെങ്കിൽ മുളൻഗിരി, ബാബ ബുദാൻ. ഈ ബാബ ബുദാൻ, ബാബ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഇതെന്താ? ഒരു സൂഫി സെയിന്റിന്റെ ഷ്രൈൻ ആണ്. ഇറ്റ്സ് എ സൂഫി ഷ്രൈൻ. ആൻഡ് ഈ ബാബ ബുദാൻഗിരി ഈസ് ഓൾസോ റിച്ച് ഇൻ വാട്ട്? അയൺ. വാട്ട് അയൺ? കുറെ ടൈപ്പ് അയൺ ഇല്ലേ? മാഗ്നറ്റൈറ്റ്. അതായത് ഏറ്റവും ബെസ്റ്റ് അയണോർ എന്ന് പറയുന്നത് ഏതാ? മാഗ്നറ്റൈറ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏതോറാ? ഹേമറ്റൈറ്റ്. ബട്ട് മാഗ്നറ്റൈറ്റ് ഓർ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് ആണ് കർണാടക. ഏറ്റവും കൂടുതൽ അയണോർ എവിടെയാ? ഒഡീഷയിലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ മാഗ്നറ്റൈറ്റ്, ദ ബെസ്റ്റ് ഓർ ഉള്ള സ്ഥലമാണ് കർണാടക. ആൻഡ് എസ്പെഷ്യലി ഇൻ ദിസ് ബാബ ബുദാൻഗിരി. ഈ ഒരു ഏരിയയിലാണ് പണ്ട് ഒരു ഗോസ്റ്റ് ടൗൺ കുദ്രേമുഖ് എന്ന് പറയുന്ന ഒരു പീക്കും ഇല്ലേ, അവിടെ നമ്മുടെ ഒരു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. എന്നിട്ട് സുപ്രീം കോടതിയുടെ ഓർഡർ പ്രകാരം അത് ഇറ്റ് ബിക്കേം എ ഗോസ്റ്റ് ടൗൺ. എനിക്കൊന്ന് കേരള PSCയിൽ എവിടെയോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. KS-ലല്ലേ, KS ഫസ്റ്റ് KS-ൽ വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഗോസ്റ്റ് ടൗൺ? സോ കുദ്രേമുഖ് ഈസ് എ ഗോസ്റ്റ് ടൗൺ. ഓക്കെ, ദെൻ ഇതിന്റെ പ്രത്യേകത എന്താ? അത് കർണാടകയുടെ സൗത്തിൽ എന്താ? തമിഴ്നാട് വരികയാണ്. ഇറ്റ്സ് ആക്ച്വലി, അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഇടയിലേക്ക് ഇതിങ്ങനെ ചുരുങ്ങി വരികയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ടാപ്പറിങ് ടു ദി സൗത്ത് അല്ലേ? നമ്മുടെ കർണാടക പ്ലാറ്റോ ഗെറ്റ്സ് ടാപ്പേർഡ് ടു ദി സൗത്ത് ആൻഡ് ഫൈനലി അത് എന്തിനായിട്ട് മെർജ് ചെയ്യും? നമ്മുടെ നീൽഗിരി റീജിയനായിട്ട് മെർജ് ചെയ്യും. പിന്നെ തെലങ്കാന പ്ലാറ്റോ. തെലങ്കാനയിൽ നമ്മുടെ 3 നദികളാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്ന് ഗോദാവരി, കൃഷ്ണ. വി ഓൾറെഡി നോ ഗോദാവരി ഇസ് നോൺ ആസ് ദി ദക്ഷിണ ഗംഗ. പിന്നെ നമ്മുടെ കൃഷ്ണ നദി, പിന്നെ ഈ പെന്നാർ നദി. പെന്നാറിനെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഗണ്ടിക്കോട്ട കാനിയൻ, അവിടുത്തെ ഒരു ഡാമും കൂടി പഠിക്കാം, സോമശില ഡാം എന്ന് പറയുന്നത് പെന്നാർ നദിയിലെ ഡാമാണ്, സോമശില. ഓക്കെ, സോമശില ഡാം. റൈറ്റ്. ഇനി ബസ്റ്റാർ പ്ലാറ്റോ. ബസ്റ്റാർ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ ഒരു സ്ഥലമാണ്. ഭയങ്കരമായിട്ട് മാവോയിസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നുള്ള ഒരു സ്ഥലമാണ് ബസ്റ്റാർ. ഹൈലി ഫോറസ്റ്റഡ് ആണ്. രാമായണത്തിൽ പറയുന്ന ദന്തകാരണ്യ എന്ന് പറയുന്ന ഒരു ലാർജർ റീജിയനിൽ വരുന്ന സ്ഥലമാണ് ബസ്റ്റാർ. ഓക്കെ, ഇവിടെ പഠിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഹൈലി മിനറൽ റിച്ച് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ പോകുന്ന നദി ഈസ് ഇന്ദ്രാവതി റിവറിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ് ചിത്രകൂട്ട് വാട്ടർഫാൾസ്. പിന്നെ ഇവിടെ ഛത്തീസ്ഗഡിൽ വേറെ ഉണ്ടല്ലോ, ഇന്ദ്രാവതി, ഉദാന്തി അല്ലെ? ഉദന്തി ഒക്കെ എന്താ? അവിടുത്തെ പ്രൊട്ടക്റ്റഡ് സൈറ്റുകളാണ്. ഇവരുടെ സ്റ്റേറ്റ് അനിമൽ ആണ് വൈൽഡ് വാട്ടർ ബഫലോ ആണ് ഇവരുടെ സ്റ്റേറ്റ് അനിമൽ.
എനിക്ക് തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ, ഇന്ത്യസ് ഫസ്റ്റ് ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് എൻ അനിമലോ അങ്ങനെ എന്തോ നടന്നതും, ഇവിടെ എന്തോ ഒരു ട്രാൻസ്ലൊക്കേഷൻ നടന്നുണ്ട് ഈ വൈൽഡ് വാട്ടർ ബഫലോ. ആസാമിൽ നിന്നും ഈ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നുണ്ട്. യു ക്യാൻ റീഡ് അബൌട്ട് ദിസ് വൈൽഡ് വാട്ടർ ബഫലോ ട്രാൻസ്ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ ഇന്ദ്രാവതിയാണ് നമ്മുടെ ബാസ്റ്റർ പ്ലാറ്റോയിലൂടെ പോകുന്നത്. ഇന്ദ്രാവതി ഏത് റിവറിന്റെ ട്രിബ്യൂട്ടറിയാ? ഗോദാവരി. ഇന്ദ്രാവതി നോർത്തിൽ നിന്നും വന്ന്, രണ്ട് നദികളാണ് ഛത്തീസ്ഗഡ് ഈ ഒഡീഷ ബെൽറ്റിൽ നിന്നും വന്നിട്ട് ഗോദാവരിയിലേക്ക് മെർജ് ചെയ്യുന്നത്. ഒന്ന് ഇന്ദ്രാവതി, പിന്നെ ഒന്ന് ശബരി. ഇന്ദ്രാവതിയും ശബരിയാണ് ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ്. ഓക്കെ, കുറെ ട്രൈബ്സ് ഇവിടെ ഉണ്ട് ഈ ഒഡീഷ ബെൽറ്റിലൊക്കെ. ഗോണ്ട് ട്രൈബ്, ഓക്കെ, ഗോണ്ട്വാന എന്ന പേര് വന്നത് ഈ ഗോണ്ട് ട്രൈബ് കാരനാണ്. ഈ അബുജ് മറിയ ട്രൈബ് കേട്ടിട്ടുണ്ടോ? PYQ UPSC ചോദിച്ചതാണ് അബുജ് മറിയെ പറ്റി. സോ കുറെ PVTGs ഉള്ള സ്ഥലം കൂടിയാണ് ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. സോ അബുജ് മുറിയ പിന്നെ ഹൽബാസ്, ഇതെല്ലാമാണ് ഛത്തീസ്ഗഡിലെ മേജർ ട്രൈബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബസ്താർ ഈസ് ആക്ച്വലി ബിറ്റ്വീൻ ഈ രണ്ട് നദികൾ, നമ്മുടെ മഹാനദിയുടെയും ഗോദാവരിയുടെയും ഇടയിൽ കിടക്കുന്ന ഈ ലാൻഡാണ് ബസ്താർ, ആൻഡ് ഇറ്റ് ഈസ് ഡൈസെക്റ്റഡ് ബൈ ദി ഇന്ദ്രാവതി റിവർ. ഇതാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്ലാറ്റോ, പെനിൻസുല പ്ലാറ്റോ ആൻഡ് ഇറ്റ്സ് റീജിയണൽ വേരിയേഷൻസും പേരുകളൊക്കെ. ഓക്കെ ആണോ? ഓക്കെ, നൗ ലെറ്റ്സ് സ്റ്റഡി അബൌട്ട് ഐലൻഡ്സ്, ഇന്ത്യയിലെ ദ്വീപുകൾ. ഓക്കെ, മേജറായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ ഈസ്റ്റ് കോസ്റ്റൽ ഐലൻഡ്സ്, അതാണ് നമ്മുടെ വോൾക്കാനിക് ഒറിജിൻ ആയിട്ടുള്ള ആൻഡമാൻ ആൻഡ് നിക്കോബാർ. അതെങ്ങനെ ഫോം ചെയ്തിട്ടുള്ളത്? രണ്ട് പ്ലേറ്റിന്റെ സബ്ഡക്ഷനും. വോൾക്കാനിക് ഐലൻഡ് ആർക്കാണല്ലോ, അത് ഇന്ത്യൻ പ്ലേറ്റിന്റെ കോണ്ടിനെന്റൽ പ്ലേറ്റും ഇന്ററാക്ട് ചെയ്തപ്പോൾ ഫോം ചെയ്തതാണ് അരക്കൻ യോമ. പക്ഷെ അതിന്റെ ഓഷ്യൻ പ്ലേറ്റ് കാരണം ഫോം ചെയ്തിട്ടുള്ള കടലിനടിയിലുള്ള ഫോർമേഷൻസ് ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. ആൻഡ് നമുക്ക് ഇതിനെ ആൻഡമാൻ ഗ്രൂപ്പ് എന്നും നിക്കോബാർ ഗ്രൂപ്പ് എന്നും വിളിക്കാം. ഈ ആൻഡമാൻ ഗ്രൂപ്പിനെയും നിക്കോബാർ ഗ്രൂപ്പിനെയും തിരിക്കുന്ന ചാനലിന്റെ പേരാണ് 10 ഡിഗ്രി ചാനൽ. ആൻഡ് ഗ്രേറ്റർ ആൻഡമാൻ, ഈ ആൻഡമാനെ തന്നെ ഗ്രേറ്റർ ആൻഡമാൻ എന്നും ലിറ്റിൽ ആൻഡമാൻ എന്നും തിരിക്കാൻ പറ്റും. ഈ ഗ്രേറ്റർ ആൻഡമാനിൽ അഗെയിൻ ദർ ഈസ് നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ ആൻഡ് സൗത്ത് ആൻഡമാൻ, 3 ആൻഡമാൻസ്, ആൻഡ് ദെൻ ദർ ഇസ് ലിറ്റിൽ. സോ ഈ സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാൻ്റെ ഇടയിൽ ഉള്ള പാസേജ് ആണ് ഡങ്കൻ പാസേജ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ഡങ്കൻ പാസേജ്. സോ ഡങ്കൻ പാസേജ്, 10 ഡിഗ്രി ചാനൽ. ഓക്കെ, പിന്നെ വരുന്നതാണ് നിക്കോബാർ ഗ്രൂപ്പ്. കാർ നിക്കോബാർ ആണ് ഫസ്റ്റ്, കാർ നിക്കോബാർ. then comes little Nicobar, and finally the great Nicobar, large island ആണ്. ഇതാണ് ഇപ്പോൾ കോൺട്രവേഴ്സിയിൽ ഉള്ളത് അല്ലെ, ഗ്രേറ്റ് നിക്കോബാർ. സോ കാർ, ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ്. ദ ഈസ്റ്റേൺ മോസ്റ്റ് ഐലൻഡ് ഓഫ് ഇന്ത്യ ആണ് നാർക്കോണ്ടം ഐലൻഡ്. ഇറ്റ് ഈസ് ദി എക്സ്റ്റിങ്ക്റ്റ് അല്ല, ഡോർമെന്റ്. ഓക്കെ, ഡോർമെന്റ് ആണ്. ബാരൻ ഐലൻഡ് ഈസ് ദി ഓൺലി ആക്റ്റീവ് വോൾക്കനോ. അത്രേ ഉള്ളൂ. ഓക്കെ, ദ ഗ്രൂപ്പ്സ് ആൻഡ് എവറിത്തിങ് യു സ്റ്റഡി അബൌട്ട് ദി ചാനൽസ്. പിന്നെയും ചാനൽസ് ഉണ്ട്. കാർ നിക്കോബാറിന്റെയും ലിറ്റിൽ നിക്കോബാറിന്റെ ഇടയിലാണ് സോംബെറോ എന്ന് പറയുന്ന ഒരു ചാനൽ, സോംബെറോ. ദെൻ ദർ ഇസ് പ്രൈസ് ബിറ്റ്വീൻ ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് നിക്കോബാർ. ഓക്കെ, ആൻഡ് ദ സദേൺ മോസ്റ്റ് പോയിന്റ് ഈസ് ഇൻ ഇന്ദിര പോയിന്റ്, 6 ഡിഗ്രി 45 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്, ഇന്ദിര പോയിന്റ്. ഇതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ ഒരു ഫിസിയോഗ്രഫി. ആൻഡ് ഇതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെയാ? പോർട്ട് ബ്ലെയർ. അതെവിടെയാ? സൗത്ത് ആൻഡമാനിലാണ്. ഓക്കെ, ഡങ്കൻ പാസേജ്. റിച്ചീസ് ആർക്കിപ്പെലാഗോ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ടു ദി ഈസ്റ്റ് ഓഫ് ഗ്രേറ്റ് ആൻഡമാൻ ആണ് റിച്ചീസ് ആർക്കിപ്പെലാഗോ. ഓക്കെ, ദെൻ യെസ്, 10 ഡിഗ്രി ചാനൽ UPSC ചോദിച്ചതാണ്. 10 ഡിഗ്രി ചാനൽ, then car, little, then Sombero, price, these things. Okay, now ഈ ട്രൈബൽസിനെ പറ്റി ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ആൻഡമാൻ ഗ്രൂപ്പിൽ 4 ട്രൈബൽസ് ആണുള്ളത്. ഗ്രേറ്റ് ആൻഡമാനീസ്, ഓങ്കെ, ജറാവ ആൻഡ് സെന്റിനലീസ്. ഇത് 4 പേരും നെഗ്രിറ്റോസ് ആണ്. നെഗ്രിറ്റോസ് മീൻസ് വെരി ഡാർക്കർ ഇൻ കളർ, നെഗ്രിറ്റോസ്. ഓക്കെ, ആൻഡ്
ദേ ഓൾ ആർ PVTGs. അപ്പൊ ആൻഡമാൻ ദ്വീപിലെ എല്ലാവരും, എല്ലാ ട്രൈബ്സും, 4 ട്രൈബേ ഉള്ളൂ, ആ 4 എന്താണ്? PVTGs ആണ്. പക്ഷെ നിക്കോബാറിൽ 2 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ PVTG ഉള്ളൂ. ഏതാ? ഷോംപെൻ. കാരണം എന്താ അറിയോ, ഈ നിക്കോബാറീസ് എന്ന് പറയുന്നത് വളരെ ഇൻഫ്ലുവൻഷ്യലും പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ്. സോ നിക്കോബാറീസ് എന്തല്ല? PVTG അല്ല, ബട്ട് ഷോംപെൻ ഈസ് എ PVTG. പക്ഷെ ഇവരെ പ്രത്യേകത എന്താ? ദേ ആർ മംഗളോയിഡ് ആണ്. മംഗളോയിഡ്, മംഗോളിയൻ റേസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, മംഗളോയിഡ് റേസിൽപ്പെട്ട ആൾക്കാരാണ് നിക്കോബാർ ജീവിക്കുന്ന ട്രൈബൽസ്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ഗ്രേറ്റ് നിക്കോബാർ ബയോസ്ഫിയർ റിസർവിനെ പറ്റിയിട്ടാണ്. അവിടെ 2 പ്രൊട്ടക്റ്റഡ് സൈറ്റ് ഉണ്ട്, 2 നാഷണൽ പാർക്ക് ഉണ്ട്, ക്യാമ്പബൽ ബേ ആൻഡ് ഗലാത്തിയ. പിന്നെ ഇപ്പം അടുത്ത് കുറച്ച് റീനെയിമിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. റോസ് ഐലൻഡ് ഈസ് നൗ നേതാജി ഐലൻഡ്, നീൽ ഈസ് നൗ ഷഹീദ്, ഹാവലോക്ക് ഈസ് നൗ സ്വരാജ്. കുറെ ദ്വീപിന്റെ പോർട്ട് ബ്ലെയറിന്റെ പേരെന്താ? ശ്രീവിജയപുരം. ഓക്കെ, പോർട്ട് ബ്ലെയറിന്റെ പേര് നൗ ഇറ്റ്സ് ശ്രീവിജയപുരം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ അതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഒന്നുമില്ല, 36 ഐലൻഡ്സ്. ഓക്കെ, ഇതെന്താണ് ഇതിന്റെ ഫോം? റീസൺ ഇറ്റ് ഈസ് മെയിൻലി കോറൽ ആണ്, കോറൽ റീഫ്സ്, അറ്റോൾസ് ആണ്, ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ. ഓക്കെ, സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ആണ്. മലയാളമാണ് അവിടുത്തെ മെയിൻ ലാംഗ്വേജ്. ജസേരി എന്ന് പറയുന്നൊരു ഡയലക്റ്റും മാൾ എന്ന് പറയുന്നൊരു ഡയലക്റ്റും ഒക്കെ ഇവിടെ ആൾക്കാർ സംസാരിക്കാറുണ്ട്. കവരട്ടിയാണ് ഇതിൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, ഇനി ലക്ഷദ്വീപിൻ്റെ ഇത് നോക്കുമ്പോൾ ഇവിടെയും ഗ്രൂപ്പ്സ് ഉണ്ട്. ദർ ആർ 2 ഗ്രൂപ്പ്സ്. ഫസ്റ്റ് ഗ്രൂപ്പ് അമിൻഡുവി ഐലൻഡ്സ് ആണ്. ഓക്കെ, ദെൻ ദർ ഈസ് കണ്ണന്നൂർ ഗ്രൂപ്പ്. സദേൺ മോസ്റ്റ് ഐലൻഡ് ആണ് മിനിക്കോയ്. ഈ സദേൺ മോസ്റ്റ് ഐലൻഡിനെയും ബാക്കി ഗ്രൂപ്പിനെയും തിരിക്കുന്നതാണ് നമ്മുടെ 9 ഡിഗ്രി ചാനൽ. മിനിക്കോയുടെ താഴെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു 8 ഡിഗ്രി ചാനൽ, അതിൻ്റെ താഴെ മാൽദീവ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, ലക്ഷദ്വീപ്. യെസ്, സോ 8 ഡിഗ്രി, 9 ഡിഗ്രി ആൻഡ് 11 ഡിഗ്രി. സോ 11 ഡിഗ്രി എവിടെയാ? ഇറ്റ് സെപ്പറേറ്റ്സ് നമ്മൾ നേരത്തെ കണ്ട ഈ അമിൻഡുവി ആൻഡ് കണ്ണന്നൂർ, ഇതിൻ്റെ ഇടയിലാണ് 9 ഡിഗ്രി ചാനൽ. സോ 11, 9 and 8. Okay, 11 degree. Next Indian landform is Thar Desert. Okay, Thar Desert എന്ന് പറയുന്ന വാക്ക്, ഇറ്റ്സ് എ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഡെസേർട്ട് ആണ്. കോൾഡ് കറൻസ് ഒന്നും അവിടെ ഒരു ഫോമിംഗ് ഫാക്ടറായി വന്നിട്ടില്ല. പക്ഷെ അതർ മേജർ ഡെസേർട്സിലെല്ലാം കോൾഡ് ഡെസേർട്ട്. ഇവിടെ ഇറ്റ്സ് ജസ്റ്റ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ആൻഡ് തുൾ എന്ന് പറയുന്ന സാൻഡ് റിഡ്ജസിൽ നിന്നും വന്നിട്ടുള്ള പേരാണ് ഥാർ എന്ന് പറയുന്ന ഡെസേർട്ട്. ആരിഡ് ആണ്. ആൻഡ് വാട്ട് എൽസ്? അയോളിയൻ ലാൻഡ് ഫോംസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്. അതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ഇൻഡസ് റിവർ പ്ലെയിൻസും പഞ്ചാബ് പ്ലെയിൻസും റൺ ഓഫ് കച്ച് ടു ദി വെസ്റ്റ്, അതൊക്കെയാണ്. രാജസ്ഥാനിലാണ് നമ്മൾ കൂടുതൽ താർ ഡെസേർട്ട് കാണുന്നത്. അത് പാകിസ്ഥാനിൽ ഇതിൻ്റെ ഒരു വേരിയന്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് ചോളിസ്ഥാൻ എന്ന് പറയുന്ന ഡെസേർട്ട്. ചോളിസ്ഥാൻ. ഓക്കെ, രാജസ്ഥാനിന് 2 സ്റ്റേറ്റ് അനിമലുണ്ട്, ചിങ്കാര ഓർ ഇന്ത്യൻ ഗസൽ ഓർ ചിങ്കാര, ആസ് വെൽ ആസ് ക്യാമൽ. ഓക്കെ, ക്യാമൽ. UPSC ക്യാമലിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഖറായ് ക്യാമൽ ആണോ ചോദിച്ചേ? ആണോ? ഡബിൾ റൂഫ്ഡ് ക്യാമലോ? എന്താ? ബാക്ട്രിയൻ ക്യാമൽ, ഡബിൾ ഹംബ്ഡ് ക്യാമൽ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ക്യാമൽസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഖറായ് ക്യാമലാണ് നമ്മുടെ ക്യാമൽ, റൈറ്റ്, സ്വിമ്മിങ്. സോ ഈ ഒരു ഡെസേർട്ടിന് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മരുസ്ഥലി. ഓക്കെ, മരുസ്ഥലി. അപ്പോൾ സെമി ആരിഡും ആരിഡും ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. സോ സെമി ആരിഡിൽ കാണുന്നതാണ് ഈ ഇന്ത്യൻ ഗസൽ അല്ലെങ്കിൽ ചിങ്കാര. പിന്നെ ബ്ലാക്ക് ബക്ക് ഉണ്ട്. ഈ ബ്ലാക്ക് ബക്ക് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആണ് അല്ലേ? ബ്ലാക്ക് ബക്കിനെ ആരാ കൊന്നേ? സൽമാൻ ഖാൻ. ദാറ്റ്സ് വൈ ദിസ് ബിഷ്ണോയ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, ബിഷ്ണോയ് എന്തായിരുന്നു നല്ല പേര്? ഹീസ് ഇൻ ജയിൽ. ബിഷ്ണോയ് കമ്മ്യൂണിറ്റിയുടെ ലീഡർ ഇവരൊക്കെ പിടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ടല്ലോ, ലോറൻസ് ബിഷ്ണോയ്. ഓക്കെ. പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഓക്കെ,
ഇതൊക്കെയാണ് ഇവിടെ കാണുന്ന ഓക്കെ. ദെൻ യെസ്, സബ് ട്രോപ്പിക്കൽ ഡെസേർട്ടിനെ പറ്റി പറഞ്ഞു. മൺസൂൺ ഇവിടെ വല്ലാതെ പോകുന്നില്ല, ദാറ്റ്സ് വൈ ഇറ്റ്സ് റിമെയിൻസ് എന്താ പറയുക ഡ്രയർ. ഓക്കെ. പ്ലായ ലേക്സ് കാണാൻ പറ്റും. വാട്ട് ആർ പ്ലായ ലേക്സ്? ദീസ് ആർ ലേക്സ് ഫോംഡ് ഇൻ എയോളിയൻ ലാൻഡ് ഫോം റീജിയൻസ്. ഓക്കെ. അപ്പോൾ ചോളിസ്ഥാൻ ഡെസേർട്ട്. ഇത്രയാണ് താർ ഡെസേർട്ടിൻ്റെ കാര്യങ്ങൾ. ഇനി റൺ ഓഫ് കച്ച്. റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേർട്ട് എന്ന് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇത് സോൾട്ട് ഡെസേർട്ടാണ്. അപ്പോൾ ഈ ഗുജറാത്തിൻ്റെ ഈ ഒരു പെനിൻസുല, കച്ച് പെനിൻസുല, ഗുജറാത്തിന് 2 പെനിൻസുലാസ് ആണ്. ഇതിൻ്റെ പേരാണ് കത്തിയാവാഡ്, ഗംഗുബായ് കത്തിയാവാടി എന്നൊക്കെ കേട്ടില്ല. കത്തിയാവാഡ് പെനിൻസുല, ദിസ് ഇസ് കച്ച് പെനിൻസുല. അപ്പോൾ കച്ച് പെനിൻസുലയിലാണ് നമ്മുടെ റൺ. അത് ഗ്രേറ്റ് റണ്ണുണ്ട്, ലിറ്റിൽ റണ്ണുണ്ട്. ഈ ഗ്രേറ്റ് റണ്ണിന്റെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ് കോറി ക്രീക്ക്. ഓക്കെ. സർ ക്രീക്ക് ഡിസ്പ്യൂട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ലിറ്റിൽ റൺ എവിടെയാ? ഗൾഫ് ഓഫ് കച്ചിലാണ്. ദിസ് ഇസ് ഗൾഫ് ഓഫ് കച്ചുമായിട്ട് ബോർഡർ ചെയ്യുന്നു. ദിസ് ഈസ് ഗൾഫ് ഓഫ് ഖമ്പത്ത്, കാംബേ ഗൾഫ് ഓഫ് ഖമ്പത്ത് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ കച്ചിലേക്ക് വരുന്ന നദി ഏതൊക്കെയാ? മൗത്ത് ഉള്ളത് ലൂണിയാണ് കച്ചിലേക്ക് വരുന്നത്. ഓക്കെ. ഖമ്പത്തിലേക്ക് ഏതൊക്കെ നദി വരുന്നുണ്ട്? നർമ്മദ, താപ്പി, സബർമതി. ഈ 3 നദികളാണ് ഗൾഫ് ഓഫ് ഖമ്പത്തിലേക്ക് വരുന്നത്. കച്ചിലേക്ക് വരുന്നത് ലൂണി റിവർ ആണ്. ഓക്കെ. പിന്നെന്താ? ദാറ്റ്സ് ഇറ്റ്. ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ സീസണൽ എഫിമറാൽ റിവർ എന്ന് വിളിക്കും. എഫിമറാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുന്ന ചില മൺസൂൺ സമയത്ത് മാത്രമേ ചില സമയത്തേ ഉണ്ടാവുള്ളൂ. അതാണ് ലൂണി റിവർ. ഓക്കെ. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇനി റണ്ണിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ദർ ഈസ് ഈ കോറി ക്രീക്ക് നമ്മൾ പറഞ്ഞല്ലോ, അവിടെയാണ് നാരായൺ സരോവർ എന്ന് പറയുന്നൊരു പിൽഗ്രിമേജ് സൈറ്റ്. നാരായൺ സരോവർ നമ്മുടെ ഏൻഷ്യന്റ് സരസ്വതി നദിയെ പറ്റി ഇന്നാൾ പറഞ്ഞിട്ടല്ലോ, അതിന്റെ മൗത്ത് ഇവിടെ ആയിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നാരായണന്റെ ഭാര്യയാണ് ആര്? സരസ്വതി. സോ അങ്ങനെ ഓർത്താൽ മതി. പിന്നെന്താ? യെസ്, വൈൽഡ് ആസ് സാങ്ച്വറി എവിടെയാ? ഗുജറാത്തിലാണ്. IUCN ഈസ് നിയർ ത്രെറ്റൻഡ്. അതും നമ്മൾ എവിടെയാണ് കാണുന്നത്? ലിറ്റിൽ റണ്ണിലാണ്. ഗ്രേറ്റ് റണ്ണിലല്ല, ലിറ്റിൽ റണ്ണിൽ കാണുന്നതാണ് ഇന്ത്യൻ വൈൽഡ് ആസ് സാങ്ച്വറി. ഇവിടെ ഒരു ചെറിയ ഗ്രാസ് ലാൻഡ്സ് ഫോം ചെയ്യുന്ന സ്ഥലങ്ങളിലല്ലേ, ഇത് ആസ് ആണല്ലോ, കഴുതയാണല്ലോ, ഇതിന് കഴിക്കണം. ആ ഗ്രാസ് ലാൻഡ്സിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ്. ഓക്കെ. ബണ്ണി ഗ്രാസ് ലാൻഡ്സോ? ബണ്ണി ഗ്രാസ് ലാൻഡ്സ് എവിടെ? അതും ഇവിടെ തന്നെയല്ലേ? ഗുജറാത്തിലാണ്. ബണ്ണി ഗ്രാസ് ലാൻഡ്സ് ആൻഡ് മൽധാരി ട്രൈബ്സും ഈ ഒരു ഏരിയയിൽ തന്നെയാണ്, ഗുജറാത്തിൽ. അവിടെയാണ് ചിർഭാട്ടി എന്ന് പറയുന്ന ഫിനോമിനൻ. ചിർഭാട്ടി മീത്തേൻ ഗ്യാസ് വന്നിട്ട് കത്തിയിട്ട് പ്രേതാന്നൊക്കെ കേട്ടിരുന്ന പരിപാടി. സോ ഇനി ഇതിന്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു ഈ റൺ ഓഫ് കച്ച്? അത് PYQ ആണ്. ബേസിക്കലി ഇത് സാൾട്ട് മാർഷസ് ആണ്. അപ്പോൾ ഈ ഹൈ ടൈഡ് വരുമ്പോൾ വാട്ടർ എന്ത് ചെയ്യും? ഇങ്ങോട്ട് കയറും. എന്നിട്ട് ലോ ടൈഡ് വരുമ്പോൾ താഴത്തേക്ക് പോകുമല്ലോ. പക്ഷെ ദെൻ ദ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇറ്റ് വിൽ കീപ് ദി അല്ലെങ്കിൽ സോൾട്ട് റിമെയിൻ. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇനീഷ്യലി ഈ കച്ച് പെനിൻസുല വാസ് താഴെയായിരുന്നു, സബ്മേർജ്ഡ് ആയിരുന്നു, ദെൻ ഇറ്റ് റോസ്. and അങ്ങനെയാണ് ഇതായത് എന്നുള്ളത്. ഓക്കെ. ഹിന്ദുസിന് 5 മേജർ ലേക്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. വൺ ഈസ് നാരായൺ സരോവർ. ഗുജറാത്തിൽ തന്നെ ബിന്ദു സരോവർ ഉണ്ട്. ദെൻ ദർ ഇസ് പുഷ്കർ സരോവർ. പുഷ്കർ സരോവർ എവിടെയാ? ആരവല്ലീസ് എവിടെയാ? ഏത് ടൗണിലാ? അജ്മർ ദർഗ അല്ലേ? അജ്മർ ദർഗ ഓഫ് മൊയിനുദ്ദീൻ ചിഷ്ടി. സലീം ചിഷ്ടിയുടെ എവിടെയാ? സലീം ചിഷ്ടിനെ പ്രാർത്ഥിച്ചത് ആരാ? കുഞ്ഞുണ്ടാവാൻ പ്രാർത്ഥിച്ച അക്ബറാണ്. അക്ബർ ഉണ്ടാക്കിയ സിറ്റി ഏതാ? ഫത്തേപൂർ സിക്രി. അപ്പൊ ആഗ്ര ആ സൈഡിലായിരിക്കും സലീം ചിഷ്ടിയുടെ. മൊയിനുദ്ദീൻ ചിഷ്ടി ദ ഏൻഷ്യന്റ്, ഏറ്റവും ഓൾഡസ്റ്റ് മൂപ്പരെയാണ് അജ്മറിലുള്ളത്. ഓക്കെ. മൊയിനുദ്ദീൻ ചിഷ്ടി. ഗരീബ് നവാസ്, ഖ്വാജ ഗരീബ് നവാസ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് മാനസരോവർ. ഓക്കെ. ആൻഡ് പമ്പ സരോവർ. ഇതെവിടെയാ? പമ്പ എന്നുള്ള വാക്കുന്നാണ് ഹംപി വന്നത്. സോ ഹംപി. അപ്പൊ നദി ഏതാ? തുംഗഭദ്ര. These are the 5 important lakes for in Hindu religion. Okay.
ദെൻ സോ ദാറ്റ് ഈസ് ഡെസേർട്ട്. ഇനി നമുക്ക് നമ്മുടെ വെസ്റ്റേൺ ഘട്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. വെസ്റ്റേൺ ഘട്ട്സ് എന്താണ്? ഫോൾഡ് മൗണ്ടൻ ആണോ? എസ്കാർപ്പമെന്റ് ആണ്. ഇതൊരു സ്യൂഡോ മൗണ്ടൻ ആണ്. എന്താണ് പിന്നെ നോട്ട് എ റിയൽ മൗണ്ടൻ. പക്ഷേ ദർ ഇസ് ഓൾസോ തിയറി വിച്ച് സെയ്സ് നമ്മുടെ അറേബ്യൻ സീ ഏരിയ ഫോൾട്ട് ചെയ്ത് താഴെ പോയിട്ട് വന്നിട്ടുള്ള ഫോൾട്ട് മൗണ്ടൻ. എന്തായാലും ഫോൾഡ് മൗണ്ടൻ അല്ല, പക്ഷെ സം പീപ്പിൾ ആർ സെയിങ് ഇറ്റ് ഈസ് എ ഫോൾട്ട് മൗണ്ടൻ. അതായത് ബ്ലോക്ക് ആണ്, പിന്നെ അത് ചെരിഞ്ഞപ്പോൾ അത് മൗണ്ടൻ പോലെ. സോ എനിവേ വി വിൽ സ്റ്റഡി ഇറ്റ് ആസ് എസ്കാർപ്പമെന്റ്. ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് ഇങ്ങനെയാണ്: ഈസ് വെസ്റ്റേൺ ഘട്ട്സ് ഓൾഡർ ദാൻ ഹിമാലയാസ്? യെസ്, ഓൾഡർ ആണ്. ഗോണ്ട്വാന പീരീഡിൽ ഉണ്ടായിട്ടുള്ളതാണ്. എന്നിട്ട് വന്ന് ഇടിച്ചപ്പോൾ ഒന്നും ഇങ്ങനെ ചെരിഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഏറ്റവും യങ്ങസ്റ്റ് ആണ് ഹിമാലയാസ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്: വെസ്റ്റേൺ ഘട്ട്സ് ആർ യങ്ങർ ടു ഈസ്റ്റേൺ ഘട്ട്സ്. ശരിയാണോ? യങ്ങർ. ഈസ്റ്റേൺ ഘട്ട്സ് ഈസ് മോർ ഓൾഡർ ദാൻ വെസ്റ്റേൺ ഘട്ട്സ്. അപ്പോൾ ഓൾഡസ്റ്റ് ഏതാ? ആരവല്ലീസ് ആണ്. പിന്നെ ഈസ്റ്റേൺ ഘട്ട്സ്, പിന്നെ വെസ്റ്റേൺ ഘട്ട്സ്, പിന്നെ നമ്മുടെ ഹിമാലയാസ്, പിന്നെ നോർത്തേൺ പ്ലെയിൻസ്. ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ. ഓക്കെ. അപ്പോൾ വെസ്റ്റേൺ ഘട്ട്സ് ഓൾഡർ ആണ്, അത് നമ്മൾ പറഞ്ഞു. ഇതൊരു എന്താണ്? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് കൂടെയാണ്. കൺസർവേഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു NGO അല്ലേ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ ഉണ്ട്? 4 എണ്ണം ഉണ്ട്: ഹിമാലയാസ്, വെസ്റ്റേൺ ഘട്ട്സ്, ഇൻഡോ ബർമീസ് റീജിയൻ ആൻഡ് ദി സുണ്ടാലാൻഡ്. സുണ്ടാലാൻഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇന്തോനേഷ്യ, ആ ഒരു സ്ഥലം. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് നമ്മുടെ നിക്കോബാർ ഗ്രൂപ്പ്. അങ്ങനെ 4 റീജിയൻസ് ഓഫ് ഇന്ത്യ കംസ് അണ്ടർ 4 ഡിഫറെൻറ്റ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. 6 സംസ്ഥാനങ്ങളിലൂടെ പോകുന്നുണ്ട്, ഗുജറാത്ത് തൊട്ട് കേരള, തമിഴ്നാട്, നമ്മുടെ താഴെ വരെ. ഓക്കെ. സോ ദിസ് ഈസ് വെസ്റ്റേൺ ഘട്ട്സ്. ബേസിക് ഐഡിയ. നമുക്കിതിനെ 3 റീജിയൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം: നോർത്തേൺ വെസ്റ്റേൺ ഘട്ട്സ്, മിഡിൽ വെസ്റ്റേൺ ഘട്ട്സ് ആൻഡ് സദേൺ. നോർത്തേൺ എന്ന് പറയുമ്പോൾ നമ്മുടെ തപ്പി നദിയുടെ മൗത്ത് തൊട്ട് ഏകദേശം 16 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് വരെ, ഒരു മേജർലി മഹാരാഷ്ട്ര സൈഡ്. സോ കൽസുബായി ആണ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് മഹാരാഷ്ട്ര. ഓക്കെ, കൽസുബായ് പീക്ക്. പിന്നെ സാൽഹേർ മൗണ്ടൻസ് ഉണ്ട്. മഹാബലേശ്വറിന്റെ എന്താണ്? വാട്ട് ഈസ് ഇറ്റ് ഫേമസ് ഫോർ? മഹാബലേശ്വർ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ്, ഇറ്റ്സ് എ ഹിൽ സ്റ്റേഷൻ ഓഫ് മഹാരാഷ്ട്ര. ഓക്കെ, സ്ട്രോബെറീസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ട്രോബെറി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് മഹാബലേശ്വർ. ആൻഡ് മഹാബലേശ്വറിന്റെ വേറെ സിഗ്നിഫിക്കൻസ് എന്താ ജിയോഗ്രഫിക്കലി? ഒറിജിൻ ഓഫ് കൃഷ്ണ, മഹാബലേശ്വർ. ഓക്കെ. ഓക്കെ, കൽസുബായ്, സാൽഹേർ, മഹാബലേശ്വർ, ഹരിശ്ചന്ദ്രഗഡ്, ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീക്സ് ഓഫ് മഹാരാഷ്ട്ര. അവിടെ എന്തുണ്ട്? നമ്മുടെ പാൽഘട്ട് പോലെ ഘട്ടുകളുണ്ട്. ഓക്കെ, സോ താൽഘട്ട്, ഭോർഘട്ട്, ഇതെല്ലാം ഈ മഹാരാഷ്ട്രയിലുള്ള മൗണ്ടൻസിന്റെ ഗ്യാപ്പുകളാണ്. ഓക്കെ. നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദ മിഡിൽ സഹ്യാദ്രീസ്. മിഡിൽ സഹ്യാദ്രി എന്ന് പറയുമ്പോൾ നീൽഗിരീസ് വരെ, അതായത് മഹാരാഷ്ട്രയുടെ സൗത്ത് തൊട്ട് നമ്മുടെ ട്രൈ ജംഗ്ഷൻ, തമിഴ്നാട്, കേരള, കർണാടകയുടെ ട്രൈ ജംഗ്ഷൻ, നീൽഗിരീസ് വരെയുള്ള പീക്സ് ആണ് മിഡിൽ സഹ്യാദ്രീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് പീക്ക് എന്ന് പറയുന്നത് ഡോഡാബെട്ട, ഊട്ടിയിലെ ഹയസ്റ്റ് പീക്ക്. ഓക്കെ. പിന്നെ കർണാടകയിലെ ഹയസ്റ്റ് പീക്കാണ് മുളയനഗിരി, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ചിക്കമംഗ്ലൂർ. കുദ്രേമുഖ് ഡിസ്കസ് ചെയ്താണ്. ബ്രഹ്മഗിരി എവിടെയാ? കൊടകിലാണ്. കൂർഗ്, മടിക്കേരി. ഈ ബ്രഹ്മഗിരിയിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? കാവേരി, അറ്റ് എ പ്ലേസ് കോൾഡ് ആസ് തലക്കാവേരി. തലക്കാവേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കാവേരി ഒറിജിനേറ്റ് ചെയ്ത് കർണാടകയിൽ നിന്ന് തമിഴ്നാട് അങ്ങനെ പോകുന്നു. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പീക്സ് ഓഫ് മിഡിൽ ഹിമാലയസ്. നൗ നീൽഗിരീസിൽ തന്നെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ആൻഡ് യു ഷുഡ് നോ, യു നോ നീൽഗിരീസ് ഈസ് എ ട്രൈ ജംഗ്ഷൻ അല്ലേ, 3 സംസ്ഥാനങ്ങൾ. സോ മുതുമലൈ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. അവിടെയാണ് മൊയാർ റിവർ, മൊയാർ വാട്ടർഫാൾസ് എല്ലാം മുതുമലയിലാണ്. മുക്കൂർത്തി, സത്യമംഗലം നമുക്കറിയാം വീരപ്പന്റെ സ്ഥലമായിരുന്നു. ഭവാനി സാഗർ ആൻഡ് ഭവാനി റിവർ ഈസ് ഫേമസ് ഇൻ സത്യമംഗലം. സത്യമംഗലത്തിനെ പറ്റി നമ്മൾ വേറൊരു കാര്യം കൂടി UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജിയോഗ്രഫിക്കലി ആൻഡ് എക്കോളജിക്കലി വിച്ച് എമംഗ് ദ ഫോളോയിങ് ആക്ട് ആസ് എ എക്കോളജിക്കൽ ലിങ്ക് ബിറ്റ്വീൻ വെസ്റ്റേൺ ഘട്ട്സും ഈസ്റ്റേൺ ഘട്ട്സും. അപ്പോൾ അത് ഓപ്ഷൻ തന്നത് സത്യമംഗലമായിരുന്നു. സോ സത്യമംഗലം ഈസ് ഓൾസോ ദി ലിങ്ക് ബിറ്റ്വീൻ വെസ്റ്റേൺ ഘട്ട്സ് ആൻഡ് അതുകൊണ്ടായിരുന്നു വീരപ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റിയിരുന്നു. ഓക്കെ, സത്യമംഗലം. ഇത് മാത്രമല്ല പിന്നെയുണ്ട് ലിങ്ക്, ബിലിഗിരി രംഗൻ ഹിൽസ്, ബിലിഗിരി രംഗൻ ടൈഗർ റിസർവ് ഓൾസോ ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ വെസ്റ്റേൺ ഘട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഘട്ട്സ്. പിന്നെ നാഗർഹോളെ എന്ന് പറയുമ്പോൾ
നമ്മൾ പിന്നെ ഇവിടുന്ന് കണ്ണൂർ വഴി നമ്മൾ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യുന്നതാണ് നാഗർഹോള എന്ന് പറയുന്ന നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ്. അവിടെയാണ് ലക്ഷ്മണ തീർത്ഥ എന്ന് പറയുന്ന നദി. ലക്ഷ്മണ തീർത്ഥത്തെ പറ്റി പഠിച്ചിട്ടുണ്ടോ? ലക്ഷ്മണ തീർത്ഥ ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് കാവേരി. നമ്മളെ മൈസൂരിൽ ശ്രീരംഗപട്ടണം ഉണ്ട്. ശ്രീരംഗപട്ടണത്തെ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ത്രിവേണി സംഗമം. എന്തുകൊണ്ടാ? കാരണം കാവേരി, ലക്ഷ്മണ തീർത്ഥ ആൻഡ് കബനി ഈ 3 നദികൾ വന്നു ചേരുന്നത് കൊണ്ടാണ് മൈസൂരിലെ ശ്രീരംഗപട്ടണത്തെ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ഓക്കെ, കബനി എവിടുന്നാ പോകുന്നത്? കേരളത്തിൽ നിന്ന്, വയനാട്ടിൽ നിന്ന്. നമ്മുടെ അവിടെ ഒരു ഡാം ഉണ്ടല്ലോ, ബാണാസുര സാഗർ ഡാം, അതാണ് കബനി. പിന്നെ നമ്മുടെ മെയിൻ കാവേരി റിവറും ലക്ഷ്മണ തീർത്ഥ എന്ന് പറയുന്ന ഈ നാഗർഹോളയിലൂടെ പോയി വരുന്ന ലക്ഷ്മണ തീർത്ഥി മെർജ് ചെയ്യുന്നതാണ് ഈ ത്രിവേണി സംഗമം. അപ്പൊ നമുക്കറിയാം ഇതേപോലത്തെ ത്രിവേണി സംഗമം എവിടെ ഉണ്ട്? നോർത്തിലുണ്ട്. എവിടെ? പ്രയാഗ്രാജ് അല്ലെ? പ്രയാഗ്രാജ്. ഈ ത്രിവേണി സംഗമം സ്ഥലത്താണ് ആൾക്കാർ ബലിയിടാൻ പോവുക. സോ കർണാടകക്കാരെല്ലാവരും ബലിയിടാൻ പോകുന്ന സ്ഥലമാണ് ഈ ശ്രീരംഗപട്ടണം. ഓക്കെ, ജസ്റ്റ് ഫോർ എൻ എക്സ്ട്രാ ഇൻഫർമേഷൻ. ബന്ദിപ്പൂർ നമുക്കറിയാം, ഇറ്റ്സ് ഇൻ ദ ബോർഡർ അഗെയിൻ കർണാടക. ദെൻ ദർ ഇസ് സൈലന്റ് വാലി. സൈലന്റ് വാലി എവിടെയാ? പാലക്കാട്. കുന്തിപ്പുഴയാണ് അവിടെ പോകുന്ന നദി. ആറളം സാങ്ച്വറി എന്നായിരുന്നു പേര്. കഴിഞ്ഞ വർഷത്തിന്റെ പേര് മാറ്റി ബട്ടർഫ്ലൈ എന്നാക്കി. സോ അത് പഠിക്കുക, ആറളം സാങ്ച്വറി. ഇത് എവിടെയാ? ഇത് നമ്മുടെ കണ്ണൂര്, വയനാട് ആ ഒരു ബോർഡർ ഏരിയയിലാണ്. ഓക്കെ, ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി. ദെൻ വയനാട് കബനി. കരിമ്പുഴ എന്ന് പറയുന്നത് ചാലിയാർ നദിയുടെ ട്രിബ്യൂട്ടറിയാണ് കരിമ്പുഴ. ഓക്കെ, മലപ്പുറം പാലക്കാട് ബോർഡറിലാണ്. സോ ദിസ് ഈസ് നീൽഗിരീസ്. ഇനി നമുക്ക് സദേൺ സെക്ഷൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റി പഠിക്കാം. നീൽഗിരിക്ക് താഴെ. അപ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് ഹയസ്റ്റ് പീക്ക് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അതേതാ? ആനമുടി അല്ലെങ്കിൽ ആനമല ഹിൽസ് എന്ന് പറയും. അതും എവിടെയാണ്? ബോർഡർ ഓഫ് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ബോർഡറിലാണ്. ഏകദേശം എവിടെയായിട്ട് വരും? സോ ദിസ് ഈസ് ആനമുടി. ഓക്കെ, ഇതാണ് മൂന്നാർ, ഇതാണ് ആനമുടി. ഈ ആനമുടി ഏരിയയിൽ ആക്ച്വലി വെസ്റ്റേൺ ഗട്ട്സ് ഒരു 3 റേഞ്ചസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ആനമുടി ടു ദ നോർത്ത്, ഓക്കെ, കാടമം ടു ദ സൗത്ത്, ആൻഡ് ഈ കമ്പം തേനി ഇങ്ങോട്ട് വരുഷ്നാട്. പളനി ഹിൽസ് അല്ല, വരുഷ്നാടാണ്. കമ്പം തേനി, വൺ സെക്കൻഡാ, കാടമം അവിടെ നിൽക്കട്ടെ. ഇതേതാ പറഞ്ഞ? ആനമുടി ഹിൽസും പളനിയാണ്. പളനി, കാടമം ആൻഡ് വൺ സെക്കൻഡാ, ആനമലി, പളനി ആൻഡ് കാടമം. ഓക്കെ, വരുഷ്നാട്. പക്ഷേ ഓക്കെ, ട്രൈ ജംഗ്ഷൻ തന്നെയാണ്, പക്ഷേ അതാണ് കൺഫ്യൂഷൻ. യെസ്, നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുമ്പോൾ ഇവിടെ ഒരു ആൾ കൂടെ ഉണ്ട് കേട്ടോ. ഐ മീൻ പളനി നമുക്കറിയാം എവിടെയാ? ഇത് ഇങ്ങോട്ടാണ് പളനി. ഓക്കെ, പളനി, ആനമുടി, കാടമം. ഓക്കെ, കാടമം എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ചുകൂടി മൂന്നാർ സൈഡിലേക്ക്. പക്ഷേ ഈ തേനി കമ്പം സ്ഥലത്താണ് നമ്മുടെ വരുഷ്നാട് എന്ന് പറയുന്നൊരു മലയും. സോ ദീസ് ആർ ദ ഒരു എല്ലാം കൂടി വരുന്നൊരു സ്ഥലമാണ് ബേസിക്കലി ഈ ആനമുടി എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക ഈ റേഞ്ചസ്. ഓക്കെ, വരുഷ്നാട്. സോ ഇവിടെയാണ് വൈഗൈ നദിയുടെ ബർത്ത് പ്ലേസ്, ഈ വരുഷ്നാടിൽ. എന്നിട്ട് ഈ വൈഗൈ നദി എന്ത് ചെയ്യും? യെസ്, മധുരയ്ക്ക് പോയി ഇങ്ങോട്ട് പോവും. എവിടെ? ഇപ്പോഴത്തൊരു സൈറ്റ് ഉണ്ടല്ലോ, രാമേശ്വരത്തേക്ക് പോവും. ഓക്കെ, അതിൻ്റെ ഇടയിലാണ് കീളടി എന്ന് പറയുന്നൊരു സൈറ്റ്. അതിൻ്റെ ഇടയിൽ ഈ വൈഗൈ നദി എനിക്ക് തോന്നുന്നു ശ്രീവള്ളിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ് ഉണ്ടോ? ശ്രീവള്ളിപുത്തൂർ, യെസ്, ശ്രീവള്ളിപുത്തൂർ മേഘമലൈ, അതും ഈ വരുഷ്നാട് ഹിൽസിന്റെ ഭാഗത്ത് തന്നെയാണ്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ല. സോ വരുഷ്നാടിൽ വൈഗൈ നദിയുണ്ട്, ശ്രീവള്ളിപുത്തൂർ മേഘമലൈ, ശ്രീവള്ളിപുത്തൂർ പാൽക്കോവയാണോ ഫേമസ്? GI ടാഗ് അല്ലേ? ശ്രീവള്ളിപുത്തൂർ പാൽക്കോവ ഇസ് ഫേമസ്, GI ടാഗ്, ആൻഡ് മേഘമലൈ ടാഗ്. ഇവിടെയും വൈഗൈ നദിയാണ്. ഓക്കെ, ദെൻ ആനമുടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ സദേൺ റേഞ്ച്. ഈ ഏലമലയിലാണ് പെരിയാറും മുല്ലയാർ, പമ്പ നദികളെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടെമ്പിൾ ഏതാ?
ആ ആ ആണ്ടാൻ എവിടെയാ? ശ്രീവില്ലിപുത്തൂർ. ഓക്കെ, സ്പെല്ലിംഗ് പറയൂ. അണ്ടാൽ. ഓ അണ്ടൽ. ആണ്ടൽ നമ്മുടെ തമിഴിലെ ഭക്തി സെയിന്റ് ആണ്. ചിഹ്നം. യെസ്. ആണോ? അത് തിരുവണ്ണാമലയല്ലേ? അല്ല, അണ്ടല ശ്രീവില്ലിപുത്തൂർ. ഇത് അണ്ടാൽ. അണ്ടൽ ഈസ് ആക്ച്വലി ഭക്തി സെയിന്റ് അല്ലേ? ആ പേരിലാണോ? ആരോ രംഗൻ. രംഗൻ. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. അപ്പോ എന്താണ് പേര് പറഞ്ഞത്? അണ്ടൽ അല്ലേ? അണ്ടാൽ. അണ്ടാൽ. ഓക്കെ. പിന്നെ നമ്മുടെ അഗസ്ത്യമല. അഗസ്ത്യമല എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം ബെൽറ്റ്. അവിടെ ഏതാ? നെയ്യാർ നദി, കരമന നദി, താമിരബരണി റിവർ. താമിരബരണി ഒരു പെരനിയൽ റിവർ ആണ്. സൗത്ത് ഇന്ത്യയിൽ പെരനിയൽ റിവേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഒന്ന് പഠിക്കുന്നുണ്ട്, ഏതാ? കാവേരി. അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒന്നാണ് ഈ താമിരബരണി. താമിരബരണീനെയാണ് നമ്മൾ അല്ലെങ്കിൽ പൊന്നയാർ അല്ലേ, പൊന്നയാർ എന്നൊക്കെ വിളിക്കുന്നത് ഈ താമിരബരണി റിവറിനെയാണ്. ഷെണ്ടുർണി, പെപ്പാറ, നെയ്യാർ, കലക്കാട്, മുണ്ടൻതുറൈ ഇതൊക്കെയാണ്. അഗസ്ത്യമല ഈസ് എ ബയോസ്ഫിയർ റിസർവ് കൂടിയാണ്, യുനെസ്കോ ബയോസ്ഫിയർ റിസർവ്. ഓക്കെ. താൽഗട്ട്, ബോർഗട്ട്, പാൽഗട്ട്, ഷെങ്കോട്ട ഇതൊക്കെയാണ് ഗ്യാപ്സ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. ഷെങ്കോട്ട കണക്ട്സ് കൊല്ലം ടു തെങ്കാശി. ഓക്കെ. ആര്യങ്കാവ് പാസും ഉണ്ട്, ഷെങ്കോട്ട പാസും ഉണ്ട്. ഓക്കെ, ആര്യങ്കാവ് ആൻഡ് ഷെങ്കോട്ട പാസ്, ദെൻ തെങ്കാശി. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സ് കഴിഞ്ഞു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഈസ്റ്റേൺ ഗട്ട്സ്. ഈസ്റ്റേൺ ഗട്ട്സ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് മച്ച് ഓൾഡർ ദാൻ വെസ്റ്റേൺ ഗട്ട്സ്, ബട്ട് ഇറ്റ് ഈസ് യങ്ങർ ടു ആരവല്ലീസ് അല്ലേ. സോ ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും കമ്പയർ ചെയ്യുമ്പോൾ വേറെ സംഭവം കൂടി ഉണ്ട്. എന്താണ്? ഈസ്റ്റേൺ ഗട്ട്സ് ഈസ് ഹൈലി ബ്രോക്കൺ കമ്പയർഡ് ടു വെസ്റ്റ്. വെസ്റ്റേൺ ഗട്ട്സ് കണ്ടിന്യൂസ് ആണ് ഓൾമോസ്റ്റ്. ഈസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഓൾമോസ്റ്റ് ബിറ്റ്വീൻ ഗോദാവരിയുടെയും കൃഷ്ണയുടെ ഇടയിൽ ആളെ കാണുക തന്നെയല്ല. ബിറ്റ്വീൻ ഗോദാവരി ആൻഡ് കൃഷ്ണ ഓൾമോസ്റ്റ് ഗോൺ. ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മൗത്ത് ഓഫ് ഗോദാവരിയുടെയും മൗത്ത് ഓഫ് വൈഗൈ നദിയുടെ ഇടയിലുള്ള മൗണ്ടൻസ് എന്നാണ്. സോറി, ഞാൻ ഏതാ പറഞ്ഞേ? സോറി, മഹാനദി ആൻഡ് വൈഗൈ ഇതിന്റെ ഇടയിലുള്ള മൗണ്ടൻസിനെയാണ് നമ്മൾ ജനറലി ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. സോ UPSC ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ഒറിജിനേറ്റിംഗ് ഫ്രം ഈസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ മഹാനദിയുടെ മുകളിലുള്ളത് എലിമിനേറ്റ് ചെയ്താൽ മതി. മഹാനദിക്ക് മുകളിലുള്ള ബ്രാഹ്മണി, ബൈത്തരണി, വംശധാര അല്ലേ, ഋഷികുല്യ, ദീസ് റിവേഴ്സ്. UPSC കുറച്ച് ഫേവറേറ്റ് റിവേഴ്സ് ഉണ്ട്, അത് തന്നെ ചോദിക്കുള്ളൂ. ഓക്കെ, കറണ്ട് അഫയേഴ്സിൽ ഏതെങ്കിലും വന്നു കരുതി അത് ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും കരുതണ്ട. ഓൾവേസ് യു ക്യാൻ ഗെറ്റ് ദിസ് കറക്റ്റ് ബൈ ഫേവറേറ്റ് റിവേഴ്സ് പഠിച്ചാൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡ് ആണ്. ദെൻ യെസ്, ഹൈലി ബ്രോക്കൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓൾമോസ്റ്റ് ഡിസപ്പിയർ ബിറ്റ്വീൻ ഗോദാവരി ആൻഡ് കൃഷ്ണ. ഇതൊരു ഫോൾഡ് മൗണ്ടൻ ആണ്. ഓക്കെ, ബ്ലോക്ക് അല്ല. ആൻഡ് ഇറ്റ് ഈസ് ഓൾഡർ ദാൻ വെസ്റ്റേൺ ഗട്ട്സ്. ഒഡീഷയിൽ ഇതിൻ്റെ കുറച്ച് പേരുകൾ നോക്കാം. ഒഡീഷയിൽ നയാഗഡ് ഹിൽസ്, മഹേന്ദ്രഗിരി, നീംഗിരി. ഒഡീഷയിൽ വേറെ കുറച്ച് മലനിരകളുണ്ട്, അസിയ, ഗർജാട്ടൻ, തിക്കർപ്പാര. ഇതൊന്നും ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമല്ല. ഇത് പഠിക്കാം. ചോദിച്ചിട്ടില്ല അധികം. ഓക്കെ, അധികം നല്ല, ഐ ഡോണ്ട് റിമെമ്പർ. ഏരമല, നല്ലമല, പാൽക്കൊണ്ട, ശേഷാചലം ആന്ധ്രയിലാണ്. അപ്പോൾ മെയിൻലി ഒഡീഷയിലാണോ ആന്ധ്രയിലാണോ നമുക്ക് പേര് വെച്ചിട്ട് എറ്റിമോളജി വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാവില്ല ഏത് സ്റ്റേറ്റിലായിരിക്കും എന്നുള്ളതൊക്കെ. നല്ലമല ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അവിടെയാണ് ഒരു ജ്യോതിർലിംഗം ഉള്ളത്. ഇന്ത്യയിൽ 12 ജ്യോതിർലിംഗം ഉണ്ട്. അതിൽ എത്രണ്ണം ചോദിച്ചിട്ടുണ്ട്? 3 UPSC ചോദിച്ചിട്ടുണ്ട്. സോ എനി ജ്യോതിർലിംഗ ക്യാൻ ബി ആസ്ക്ഡ്. സോംനാഥ് ടെമ്പിൾ ചോദിച്ചു. പിന്നെ ഏതാ ചോദിച്ചേ?
ബാക്കി എവിടെയൊക്കെ 12 ഐ ഹോപ്പ് യു ഗൈസ് നോ ഇറ്റ് അല്ലേ. ആർട്ട് ആൻഡ് കൾച്ചറിൽ 12 ജ്യോതിർലിംഗങ്ങൾ ബൈദ്യനാഥ് ജാർഖണ്ഡ്, സോംനാഥ്, മഹാകാളേശ്വർ ഉജ്ജയിൻ, കാശി വിശ്വനാഥ്. കാശി വിശ്വനാഥ് ഒക്കെ നല്ല ചാൻസ് ഉണ്ട് ചോദിക്കാൻ ബിക്കോസ് ഓഫ് ദ കോൺട്രവേഴ്സി. കാശി വിശ്വനാഥിന്റെ അടുത്താണ് മറ്റേ ഗ്യാൻവാബി മോസ്ക്. കഴിഞ്ഞ വർഷം ഗ്യാൻവാബി ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നല്ലോ, പള്ളി ആൻഡ് ദീസ് തിങ്സ്. സോ ജ്യോതിർലിംഗത്തിന്റെ മേക്ക് എ ലിസ്റ്റ് ഓഫ് ജ്യോതിർലിംഗസ് ആസ് വെൽ ആസ് സൺ ടെമ്പിൾസ് ഓൾസോ. സൺ ടെമ്പിൾസും ചോദിച്ചിട്ടുണ്ട്. അരസവല്ലി ഒരു ക്വസ്റ്റൻ ഓർമ്മ ഉണ്ടെന്ന് കരുതുന്നു ആർട്ട് ആൻഡ് കൾച്ചറിൽ. ഓക്കെ, സൺ ടെമ്പിൾസ് ആൻഡ് ഓക്കെ. സോ ഈ നല്ല മലയിലാണ് ശ്രീശൈലം മല്ലികാർജുന. ജ്യോതിർലിംഗം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ്സ് ശിവ ടെമ്പിൾ ആൻഡ് അവിടെ പോകുന്ന നദിയാണ് കൃഷ്ണ. ഓക്കെ, ആൻഡ് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ആരുള്ളത്? ശ്രീശൈലം ടൈഗർ റിസർവ്, നാഗാർജുന സാഗർ, ശ്രീശൈലം ടൈഗർ റിസർവ് ആൻഡ് കൃഷ്ണ നദിയല്ലേ അതിലൂടെ പോകുന്നത്. അതേപോലെ തന്നെയാണ് ആരുള്ളത്? നാഗാർജുന കൊണ്ട ബുദ്ധിസ്റ്റ് സൈറ്റ്, അതും കൃഷ്ണനദിയുടെ തീരത്താണ്, സബ്മേർജ് ആയി കിടക്കുന്ന അല്ലെ. ആ ഡാം ഉണ്ടാക്കിയപ്പോൾ കുറെ സബ്മേർജ് ആയി എന്നൊക്കെ പറഞ്ഞു. ദെൻ പാൽക്കൊണ്ട, ശേഷാചലം, ശേഷൻ അഗെയിൻ മഹാവിഷ്ണുവാണ്. ദാറ്റ്സ് വൈ ദ തിരുപ്പതി ടെമ്പിൾ. അവിടെ പോകുന്ന നദിയാണ് സ്വർണ്ണമുഖി എന്ന് പറയുന്ന നദി, സ്വർണ്ണമുഖി. തമിഴ്നാട്ടിലെ ജാവടി, ഷെവറൈ, പാഞ്ചൈമലൈ, സിരുമലൈ. എന്നിട്ട് അവസാനം ഈ ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും മെർജ് ആവും. സോ അതിന് നേരത്തെ നമ്മൾ പറഞ്ഞു ആരായിരുന്നു? സത്യമംഗലം. അതേപോലെ തന്നെയാണ് ബിലിഗരി രംഗൻ. ഓക്കെ, ആൻഡ് മലൈ മധമേശ്വര ഹിൽസ് ഇൻ കർണാടക ഈസ് ഓൾസോ എ ലിങ്ക് ബിറ്റ്വീൻ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, സോ ദീസ് ആർ ദി ഈസ്റ്റേൺ ഗട്ട്സ് റേഞ്ചസ്. നാഷണൽ പാർക്സ് ഉണ്ട്. ഇതൊരു എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ പഠിക്കുക. എനി കുഡ് ബി ആസ്ഡ്. സോ നമ്മൾ ജിയോഗ്രഫിയിൽ അധികം ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല. You can study about the national parks associated with Eastern Ghats. Okay, now let's talk about the block mountains of India, Vindhyas and Satpuras. Okay, Vindhyas എവിടെയാ? ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ വിന്ധ്യാസ് പോകുന്നുണ്ട്? ഗുജറാത്തിൽ തുടങ്ങി അങ്ങനെ ബീഹാർ വരെ പോകുന്നുണ്ട്. സോ ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. മഹാരാഷ്ട്രയിലേക്ക് വിന്ധ്യ വരുന്നില്ല കേട്ടോ, മഹാരാഷ്ട്രയിലേക്ക് എത്തില്ല. മഹാരാഷ്ട്രയിൽ ആരാ വരുന്നത്? സത്പുരയാണ്. ഓക്കെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സത്ത് എന്നുള്ള വാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അതിന് ഒരു മഹാരാഷ്ട്ര കണക്ഷൻ വരും. സത്മല, സത്ത്, ശിവാജി, സത്ത്, അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ. ഓക്കെ ഓക്കെ, അപ്പൊ ബീഹാർ വരുന്നുണ്ട്. ഇതിന്റെ ഹയസ്റ്റ് പീക്ക് ഏതാ? സദ്ഭാവന പീക്ക് ഓഫ് എന്താ പറയാ, സദ്ഭാവന പീക്കാണ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് വിന്ധ്യാസ്. ഓക്കെ, പിന്നെ ഈ വിന്ധ്യാസ് ഇങ്ങനെ കിടക്കാണല്ലോ, അതിന്റെ ഈസ്റ്റേൺ മോസ്റ്റ് 2 റേഞ്ചസ് നമുക്ക് പറയാൻ പറ്റും. ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൈമുർ റേഞ്ച്, കൈമുറും പിന്നെ കുറച്ച് ഇവിടെ ആയിട്ടൊരു ബാർനേർ എന്ന് പറയുന്ന റേഞ്ചും. ഓക്കെ, 2 റേഞ്ചസേ നമ്മൾ അധികം വിന്ധ്യാസിന്റെ സബ് റേഞ്ചസ് ആയിട്ട് പഠിക്കുന്നുള്ളൂ. സത്പുരയ്ക്ക് കുറച്ചുകൂടി റേഞ്ചസ് ഉണ്ട്, മൈക്കള, രാജ്പീപ്ല, മഹാദേവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് 2 പഠിച്ചാൽ മതി. ഓക്കെ, ഈ കൈമുറാണ് സോൺ നദിയുടെ ഡിവൈഡ് ആയിട്ട് വരുന്നത്. വിന്ധ്യാസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ സൈറ്റ്സ് ഏതൊക്കെയാണ്? രത്തപ്പാണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെയാണ് ആരുള്ളത്? നമ്മുടെ ഭിംബേട്ക റോക്ക് ഷെൽട്ടേഴ്സ് ആർ ഇൻസൈഡ് രത്തപ്പാണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, വിന്ധ്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന കീ റിവേഴ്സ്. ചമ്പൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ചമ്പൽ എങ്ങോട്ടാ പോകുന്നത്? വിച്ച് പ്ലാറ്റോ? മാൽവ. ചമ്പൽ ഗോസ് ടു മാൽവ. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞില്ലേ, ചമ്പൽ ഈസ് ദി ബോർഡർ ബിറ്റ്വീൻ മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. ആ ലോജിക്ക് ഓർത്താൽ മതി. ചമ്പൽ. ബെത്വ നദി ഇവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. കെൻ നദിയും ഇവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ദെൻ ദെർ ഇസ് എ തമസ റിവർ, കാളി സിന്ധ്, പാർവതി. ഇതെല്ലാമാണ് വിന്ധ്യൻ റേഞ്ചിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന മേജർ റിവേഴ്സ്. ഓക്കെ, ചമ്പൽ, കെൻ, ബെത്വ, അറ്റ്ലീസ്റ്റ് ഇത് ഓർത്തിരിക്കുക, 3 വിന്ധ്യൻ റേഞ്ച്. നെക്സ്റ്റ് ഈ സത്പുര റേഞ്ച്. സത്പുര റേഞ്ചിന് പല സബ് റേഞ്ചസ് ഉണ്ട്. ഒന്ന് നമ്മുടെ മഹാദേവ് ഹിൽസ്, മൈക്കള ഹിൽസ്, രാജ്പീപ്ല. ഓക്കെ, രാജ്പീപ്ല വെസ്റ്റിലാണ്, ഗുജറാത്തിൽ നിന്ന് തുടങ്ങി വരുന്നതാണ് ഈ രാജ്പീപ്ല. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ദിസ്: രാജ്പീപ്ല, മഹാദേവ് ഇൻ സെന്റർ ആൻഡ് മൈക്കള. ഈ മൈക്കള എന്ന് പറയുമ്പോഴത്തേനും അവിടത്തേക്ക് നമ്മുടെ വിന്ധ്യാസ് വന്ന് മെർജ് ചെയ്യും. ഓക്കെ, വിന്ധ്യാസ്. അങ്ങനെ മൈക്കള ഹിൽസിലാണ് ഇത് രണ്ടും മെർജ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ആരുള്ളത്? അമർകണ്ടക് പ്ലാറ്റോ വരുന്നത്. ഓക്കെ, സോ ഈ സത്പുരയിലെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ധൂപ്ഗഡ് ആണ്.
പിന്നെ അമർകണ്ടക് ഈസ് എ പീക്ക് ഇൻ നമ്മുടെ മൈക്കല ഹിൽസ്, ആൻഡ് നർമ്മദ റിവർ ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം Maikala Hills or Amarkandak, and also Son Nadi, also Amarkandak, and it's also a temple town. Temple town Amarkandak. Okay, that's it. And Satpura, yeah, ഇത്രയും സംസ്ഥാനങ്ങൾ പോകുന്നുണ്ട്. This was a UPSC question. Try and solve it. ഓൺലൈൻ സ്റ്റുഡൻസിന് കേൾക്കുന്നുണ്ടായിരുന്നല്ലേ ഈ പ്രോബ്ലം? ഹലോ, എന്താ ആൻസർ? സി 3 and 4, മഹാദേവ് ആൻഡ് സോ മിക്കറാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, മിക്കർ ഹിൽസ് അല്ലേ, കാർബി ആംഗ്ലോങ്. സോ ദേ കുഡ് ആസ്ക് മിക്കറിന് പകരം കാർബി ആംഗ്ലോങ് എന്നായിരിക്കും ചോദിക്കുക. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് പൂർവാഞ്ചൽ. ട്രൂ ആണോ? ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മേഘാലയൻ ഷിലോങ്. കാർഡമം ഹിൽസ് കൊറോമാൻഡൽ അല്ല, വെസ്റ്റേൺ ഗട്ട്സ് അല്ലേ. കൈമുറ എവിടെയാ? അഗെയിൻ ഇൻ ദി മധ്യപ്രദേശ് ഈസ്റ്റിലാണ്. സോ ആൻസർ ഈസ് 3 and 4. ഓക്കെ, അടുത്തത് നമുക്ക് ആരവല്ലി മൗണ്ടൻസിനെ പറ്റി പഠിക്കാം. ആരവല്ലി മൗണ്ടൻസ്. ആരവല്ലി ആണ് ദ ഓൾഡസ്റ്റ് ഫോൾഡ് മൗണ്ടൻസ്. ദേ ആർ റെലിക്റ്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് റണ്ണിങ് ഫ്രം ഗുജറാത്തിലെ പാലൻപൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ തൊട്ട് ഡൽഹി വരെ. രാഷ്ട്രപതി ഭവൻ ഇരിക്കുന്നത് എവിടെയാ? ഈ ആരവല്ലിയുടെ മുകളിലാണ്. അതിനാണ് നമ്മൾ റായ്സീന ഹിൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഫോൾഡ് മൗണ്ടൻ ആണ്. ദാറ്റ്സ് ഇറ്റ്. ദേ ആർ ഓൾഡർ ദാൻ ഈസ്റ്റേൺ ഗട്ട്സ്. ഈ ആരവല്ലിയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന നദികളെ പറ്റി നമുക്ക് പഠിക്കാം. ഒന്ന് ലൂണി റിവർ, നമ്മൾ നേരത്തെ പറഞ്ഞ ലൂണി റിവർ. സബർമതി എങ്ങോട്ടാ പോകുന്നത്? ലൂണി എങ്ങോട്ടാ പോകുന്നത്? ഗൾഫ് ഓഫ് കച്ച്. ഓക്കെ, സബർമതി ഗോസ് ടു ഖമ്പത്ത്. ബനാസ് നദി, ബനാസ് എവിടെയാ പോകുന്നത്? ഇറ്റ് ഈസ് ഓവർ ദി, നമ്മൾ ആദ്യം പറഞ്ഞ മാർവാർ പ്ലാറ്റോ അല്ലേ, മാർവാർ പ്ലാറ്റോ. ദെൻ ഇറ്റ് ഗോസ് ആൻഡ് ജോയിൻസ് ചമ്പൽ റിവർ. അപ്പോൾ ഇതൊക്കെയാണ് ആരവല്ലിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന മേജർ 3 റിവേഴ്സ്. ഓക്കെ, ലൂണി, സബർമതി ആസ് വെൽ ആസ് ബനാസ് റിവർ. ദെൻ ആരവല്ലി ഈസ് ഇൻ ന്യൂസ് ബിക്കോസ് ഓഫ് ദി ആ ഒരു ലിമിറ്റിൻ്റെ അല്ലേ, എന്താണ് സുപ്രീം കോടതി ഒരു ഹൈറ്റ് എത്ര മീറ്റർ ആയിരുന്നു ഫ്രം ദ ലോക്കൽ എലിവേഷൻ? 500 മീറ്ററോ അല്ലെ, 500 മീറ്റർ, അങ്ങനെ എന്തൊരു ഒരു കഥ കേട്ടായിരുന്നോ? സുപ്രീം കോടതി ആരവല്ലിയുടെ ഡെഫിനിഷൻ 500 മീറ്റർ ഫ്രം ദി ലെവൽ എന്നൊക്കെ പറഞ്ഞൊരു കോൺട്രവേഴ്സി വന്നു. അത് സുപ്രീം കോടതി തന്നെയാണ് വേണ്ടെന്ന് വെച്ചു. അങ്ങനത്തെ കുറച്ച് പരിപാടി നടത്തുന്നു. സോ ദേ കുഡ് ആസ്ക് അബൌട്ട് ആരവല്ലീസ്. അപ്പോൾ ആരവല്ലീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആണ് ഏതൊക്കെയാ? സരിസ്ക ഈസ് എ ടൈഗർ റിസർവ്. എവിടെയാ? രാജസ്ഥാനിലാണ്. രത്തംബോർ രാജസ്ഥാനിലാണ്. മൗണ്ട് അബു എവിടെയാ? മൗണ്ട് അബു ഈസ് എ റേഞ്ച് വിത്തിൻ ആരവല്ലീസ്. അതിന്റെ ഹയസ്റ്റ് പീക്കാണ് ഗുരു ശിഖർ അല്ലേ. ഈ മൗണ്ട് അബുവിൽ തന്നെ ആരുണ്ട്? ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട്. എന്താ അതിന്റെ പേര്? ദിൽവാര ജെയിൻ ടെമ്പിൾ. ഈ ജെയിൻ ടെമ്പിൾസിന്റെ പ്രത്യേകത നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് എ കോംപ്ലക്സ്. ഒരമ്പലം കൊണ്ടൊന്നും തീരില്ല. ഇറ്റ് വിൽ ബി ലൈക്ക് കോംപ്ലക്സ് ഓഫ് നമ്മളെ എത്ര തീർത്ഥങ്കാരാസാ, അത്രയും തീർത്ഥങ്കാരാസിനുള്ള ടെമ്പിളും ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി ഓൾവേസ് ഇൻ ദ ഹിൽസ്. അപ്പോൾ ഇതേ സെയിം സംഭവമാണ് ജാർഖണ്ഡില് പർശ്നാഥ് എന്ന് പറയുന്നൊരു മല ഉണ്ട്. പർശ്നാഥ് ഹിൽസിലും ദേ ഹാവ് അനദർ കോംപ്ലക്സ് ഓഫ് ജെയിൻ ടെമ്പിൾസ്. സോ 2 മേജർ ജെയിൻ ടെമ്പിൾ കോംപ്ലക്സസ് ആണ്. വൺ ഈസ് ഇൻ ദിൽവാര കോംപ്ലക്സ്, വൺ ഈസ് ഇൻ ജാർഖണ്ഡ് പർശ്നാഥ് ഹിൽസ്. ഓക്കെ, മൗണ്ട് അബു. പിന്നെ കുംഭാൽഗഡ് രാജസ്ഥാനിലാണ്. കുംഭാൽഗഡ് ഫോർട്ട് ഒരു യുനെസ്കോ സൈറ്റ് ആണ്. കുംഭാൽഗഡും ചിത്തോർഗഡ് എന്നൊക്കെ പറയുന്ന രാജസ്ഥാനിലെ നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കഴിഞ്ഞാലുള്ള മറ്റേ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ് ഉള്ള വാൾഡ് സിറ്റീസ് ആണല്ലോ കുറേ രാജസ്ഥാനിലെ, ജയ്പൂരൊക്കെ. ഇറ്റ്സ് ലൈക്ക് എ ഫോർട്ട്. സോ കുംഭാൽഗഡ് ഇതും എവിടെയാണ്? നമ്മുടെ ആരവല്ലീസിനാണ്. അസോള ഭാട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ NCR റീജിയനിലാണ്, ഡൽഹി ഹരിയാന ബോർഡറിലാണ് അസോള ഭാട്ടി. ജസോറെ സ്ലോത്ത് ബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നാടൻ കരടി. ഓക്കെ, കരടിയുടെ സാങ്ച്വറി ദാറ്റ് ഈസ് ഇൻ ഗുജറാത്ത്, ആൻഡ് ആരവല്ലി പാർക്ക് ദാറ്റ് ഈസ് ഇൻ ഗുഡ്ഗാം. സോ ഈ ഒരു
സ്ഥലങ്ങളും നോട്ട് ചെയ്ത് വെക്കുക, ദ പ്രൊട്ടക്റ്റഡ് പാർക്സ്. ആരവല്ലിനെ പറ്റി എനിത്തിങ് ആൻഡ് എവറിത്തിങ് യു ഷുഡ് നോ. അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ബ്ലണ്ടർ. ഓക്കെ, കുംഭാൽഗഡ് കൾച്ചറലി പഠിക്കാം, ദാറ്റ് ഈസ് കുംഭാൽഗഡ്, ചിത്തോർഗഡ് ഐ ഓൾറെഡി ടോൾഡ് യു. ദിൽവാര ജെയിൻ ടെമ്പിൾസ് ഐ ടോൾഡ് യു. പുഷ്കർ ലേക്ക്, പുഷ്കർ ലേക്ക് PYQ ആണ്. പ്രത്യേകത എന്താ? പുഷ്കർ എന്ന് പറയുന്നത് ഏത് റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള? പുഷ്കർ. വൈ പുഷ്കർ ഈസ് സിഗ്നിഫിക്കൻറ്റ്? പുഷ്കർ ഹാസ് എ ലേക്ക്. ആരവല്ലി മലനിരകളുടെ പുഷ്കർ ഈസ് ഇൻ അജ്മർ. യെസ്, പുഷ്കർ ഈസ് ഇൻ അജ്മർ. അജ്മർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ആർക്കാവും? ഹിന്ദുസിനാണ്. ഇറ്റ്സ് നോട്ട് ചിഷ്ടി കണക്റ്റഡ്. അവിടെയാണ് ദ വൺ ആൻഡ് ഓൺലി വൺ ടെമ്പിൾ ഫോർ ബ്രഹ്മാവില്ലേ, ബ്രഹ്മാവിനുള്ള ഒരേ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് ഈ പുഷ്കറിലാണ്. സോ ദാറ്റ്സ് വൈ പുഷ്കർ വാസ് ആസ്ക്ഡ് ഓൾസോ. അജ്മർ ഷരീഫ്, അഗെയിൻ ഇൻ അജ്മീർ, നമ്മുടെ മൊയിനുദ്ദീൻ ചിഷ്ടിയുടെ ദർഗ. ഓക്കെ, റാണക്പൂർ ഷംലാജി ടെമ്പിൾ. ഇത്രയാണ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പ്ലേസസ് ഓഫ് ആരവല്ലീസ്. ഗുരുശിഖർ, ധോസി ഹിൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതും ആരവല്ലീസിലെ ഒരു എക്സ്റ്റിങ്ക്ട് വോൾക്കനോ ആണ്. ഓക്കെ, റായ്സീന ഹിൽസ് ഡിസ്കസ് ചെയ്തു. ആരവല്ലി എവിടെയൊക്കെ പോകുന്നുണ്ട്? 3 സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, ഹരിയാന, രാജസ്ഥാൻ, ആൻഡ് ഓൾസോ ത്രൂ 1 യൂണിയൻ ടെറിട്ടറി, ദാറ്റ് ഈസ് ഡൽഹി. സോ ഗുജറാത്തിന്റെ പ്രത്യേകത എന്താ? ഗുജറാത്ത് ഹാസ് ബോത്ത് ദീസ് 3 മൗണ്ടൻസ് ഉണ്ട്. ഗുജറാത്തിൽ നിന്നാണ് നമ്മുടെ ആരവല്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്, വിന്ധ്യാസ്, സത്പുരാസ് ഓൾസോ, ആൻഡ് ഓൾസോ ഓക്കെ, അത് നോട്ട് ചെയ്യുക. ആൻഡ് യാ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം. സോ ദീസ് മൗണ്ടൻസ് എല്ലാം നമ്മൾ കണ്ടു. ഓക്കെ, നൗ വി വിൽ ടോക്ക് അബൌട്ട് ദ ഡ്രെയിനേജ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യ, ഡ്രെയിനേജ് പാറ്റേൺസ് അല്ലേ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റിക് ആണ്. ഡെൻഡ്രൈറ്റിക്കിൽ എപ്പോഴും നോക്കേണ്ട കീവേഡ് എന്താ? ലെസ് ദാൻ 90 ഡിഗ്രി, അക്യൂട്ട് ആംഗിളിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടോ അല്ലേ? ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ? ലെസ് ദാൻ 90, ലെസ് ദാൻ 90, ലെസ് ദാൻ 90. So this is something called as dendritic, resembling the tree roots in പോലെ തോന്നിക്കുന്ന ഡ്രെയിനേജ് പാറ്റേണിനെയാണ്. അതെവിടെ കാണുന്നത്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്രൻ്റെ ഒക്കെ ട്രിബ്യൂട്ടറീസ്. ദെൻ ദർ ഇസ് പാരലൽ നമുക്ക് എവിടെ കാണാൻ പറ്റും? റിഫ്റ്റ് വാലീസിൽ കാണാൻ പറ്റും. നർമ്മദ ആൻഡ് തപ്പി, ഗോദാവരി ആൻഡ് കൃഷ്ണ, ഇതിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ദർ ഇസ് ട്രെല്ലിസ്. ട്രെല്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് 2 കണ്ടീഷൻസ് ഉണ്ടാവും. ഒന്ന്, മെയിൻ ട്രിബ്യൂട്ടറീസ് എല്ലാം പാരലൽ ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ പ്രൈമറി ട്രിബ്യൂട്ടറിയുടെ സെക്കൻഡറി ട്രിബ്യൂട്ടറീസ് എല്ലാം വന്ന് ജോയിൻ ചെയ്യുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. അതിനെയാണ് നമ്മൾ ട്രെല്ലിസ് ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറയുന്നത്. ഒരു നദിയും നമ്മൾ എൻറ്റയർലി എന്ന് പറയില്ല. ഓരോ റീജിയണിൽ എവറി റിവർ ഹാസ് എ യൂത്ത്, മെച്യൂർ ആൻഡ് ഓൾഡ് സ്റ്റേജ്. ഏതെങ്കിലും ലോക്കൽ കണ്ടീഷനിലും റിലീസ് ആവും. എൻറ്റയർലി അങ്ങനെ പറയാൻ പറ്റില്ല, ചില സ്ഥലത്ത് ഉണ്ടാവാം, അത്രേ ഉള്ളൂ. മെയിൻലി നമ്മൾ പറയുന്നത് ഈ ഹിമാലയൻ നദികളുടെ അപ്പർ പാർട്ടിലാണ്, അതായത് യൂത്ത് സ്റ്റേജിലാണ് ട്രെല്ലിസ് കൂടുതൽ വരുന്നതാണ്. ഓക്കെ, ദെൻ ദർ ഇസ് റേഡിയൽ ഡ്രെയിനേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ചോട്ടാ നാഗ്പൂർ ആണ് എക്സാമ്പിൾ. റിവേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ദർ ഇസ് ഇതിനെയാണ് സെൻട്രിഫ്യൂഗൽ ഡ്രെയിനേജ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ഈസ് സെൻട്രിപെറ്റൽ. നമ്മുടെ ലൊക്ടക് ലേക്ക് അവിടുന്ന് വരുന്നതെല്ലാം പെറ്റലാണ്. പിന്നെ റെക്ടാങ്കുലർ, അതായത് റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസ് എല്ലാം ഇങ്ങനെ 90 ഡിഗ്രി ഇതിലൊക്കെ പോവുകയാണെങ്കിൽ അതിനെ അങ്ങനെ വിളിക്കാം. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ഹിമാലയൻ ആസ് വെൽ ആസ് പെനിൻസുലർ റിവർ സിസ്റ്റം ട്രിബ്യൂട്ടറീസ്. ഫസ്റ്റ് നമുക്ക് ഇൻഡസ് നദിയെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിനെയും നോക്കാം. അപ്പോൾ പ്രത്യേകത, ഇൻഡസ് നദിയുടെ പ്രത്യേകത എന്താ? ഇൻഡസ് അല്ല, ഹിമാലയൻ റിവേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ വർ ബിഫോർ ദി ഹിമാലയാസ് വർ ഫോംഡ് അല്ലേ. സോ ദേ ആർ ഓൾഡർ ദാൻ ദി ടെറൈൻ. അതുകൊണ്ടാണ് ദേ ആർ കോൾഡ് ആസ് ആന്റിസിഡന്റ്. വാശിയുള്ള നദികളാണ്. സോ ദേ ആർ വാട്ട്? ദേ ആർ നോട്ട് സബ്സിക്വന്റ്, ദേ ആർ നോട്ട് കോൺകോർഡന്റ്, ദേ ആർ ഡിസ്കോർഡന്റ്. ദേ വിൽ ഇറോഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദെയർ ഇനീഷ്യൽ പാത്ത്. സോ ഡിസ്കോർഡന്റ് നദികളാണ്, അല്ലെങ്കിൽ ആന്റിസിഡന്റ് ഡ്രെയിനേജ് പാറ്റേൺ ആണ് നമുക്ക് വിളിക്കാം. ഇനി നമുക്ക് ഇൻഡസിനെയും അതിന്റെ ട്രിബ്യൂട്ടറീസിനെയും പറ്റി പഠിക്കാം. ഇൻഡസിന്റെ ഒറിജിൻ എവിടെയാ? മാനസരോവർ ലേക്ക് ആണ്. അതിന്റെ ഗ്ലേഷ്യറിന്റെ പേരാണ് ബൊക്കാർച്ചു. ഓക്കെ, ബൊക്കാർച്ചു. ആൻഡ് എന്നിട്ട് എന്താണ് ഇൻഡസിന്റെ പാത്ത്? ഇറ്റ് ഗോസ്, സോ കൈലാസ് മൗണ്ടൻ റേഞ്ച് ആണല്ലോ അല്ലേ, കൈലാസിന് അടുത്താണല്ലോ മാനസരോവർ. ദെൻ ഇറ്റ് ഗോസ് ബിറ്റ്വീൻ സസ്കർ റേഞ്ച് ആൻഡ് ലഡാക്ക് റേഞ്ച്. ഇതിന്റെ ഇടയിൽ കൂടെ പോകും. ഓക്കെ, ആൻഡ് പിന്നെ അതിന്റെ ഇടയിൽ ഇവിടെ ഇനി ആരുള്ള? കാരക്കോര അല്ലേ. കാരക്കോരത്തിന്റെ അറ്റത്ത് ആരുണ്ട്? നമ്മുടെ സിയാച്ചിൻ ഗ്ലേഷ്യർ ഉണ്ട് അല്ലേ.
സിയാച്ചിൽ നിന്നാണ് ന്യൂബ്ര എന്ന് പറയുന്ന നദി. ന്യൂബ്ര വന്ന് ജോയിൻ ചെയ്യും. സോ അങ്ങനെ അങ്ങനെ കുറേ നദികൾ ജോയിൻ ചെയ്യും. എന്നിട്ട് സിൻടാക്ഷ്യൽ ബെൻഡിങ്, ദർ ഇസ് എ മാപ്പ്. യെസ്. സോ നമ്മുടെ കൈലാഷ് റേഞ്ച് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകും. സസ്കർ റേഞ്ചിൻ്റെയും. യെസ്. അപ്പോൾ ഈ സസ്കർ റേഞ്ചിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്നതാണ് സസ്കർ റിവർ. അത് ഇൻഡസിലേക്ക് കയറും. അതേപോലെ സിയാച്ചിൻ ഉണ്ടല്ലോ അവിടെ, അല്ലേ? നമ്മൾ പഠിച്ചില്ലായിരുന്നു ഇന്നലെ സിയാച്ചിൻ. ഇറ്റ് ഈസ് ഇൻ വിച്ച് റേഞ്ച്? ട്രാൻസ് ഹിമാലയാസ് ആണോ? ട്രാൻസിൽ ഏതില്ല? ഈസ്റ്റ് കാരക്കോരം, അല്ലെ? കാരക്കോരത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഷ്യോക്ക് നദി, ഈ ഷ്യോക്കിന്റെ ട്രിബ്യൂട്ടറീസ് ആണ് സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് വരുന്നതാണ് ന്യൂബ്ര ജോയിൻ ഷ്യോക്ക് വന്ന് ചേരുന്നു ഇൻഡസിലേക്ക്. എന്നിട്ട് ഇതിങ്ങനെ പോയി ഗിൽജിത്ത്, ബൾട്ടിസ്ഥാനിൽ നിന്നും ഗിൽജിത്ത് എന്ന് പറയുന്ന നദി വരുന്നുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ പോയിട്ട് നമ്മുടെ നങ്ക പർവ്വതത്തിന്റെ അവിടെ നിന്ന് യൂ ടേൺ അടിക്കും, അല്ലേ? ഇറ്റ് ഗോസ് ആൻഡ് പാകിസ്ഥാനിലെ പഞ്ചനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആരാ വന്ന് ജോയിൻ ചെയ്യുക? സട്ലജ് ഒന്ന് ജോയിൻ ചെയ്യും. സട്ലജ് ഹാസ് ഗോട്ട് ഓൾ ദ റിവേഴ്സ്. പക്ഷെ സട്ലജ് ആണോ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി? അല്ല, ചെനാബ് ഇസ് എ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി. ഓക്കെ, ഇനി എന്നിട്ട് വന്ന് കറാച്ചിയിൽ വന്ന്, ഇതാണ് ദ എൻറ്റയർ ജേർണി. ഇനി അതിനിടയിൽ കുറേ ട്രിബ്യൂട്ടറീസ് ഉണ്ട്. വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ആൻഡ് ഇന്റർനാഷണൽ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഒന്ന് കാബിൾ ആണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നതാണ് ഈ കാബിൾ. ഓക്കെ, കാബിൾ. വേറൊരു പേരാണോ? പേരെന്താ? ഗോമാൽ, GOMAL അല്ലേ? അത് ഇതിലില്ല. അഫ്ഗാനിസ്ഥാൻ എന്നല്ലേ വരുന്നത്? സുലൈമാൻ റീജിയൻ, ഗോമാൽ. മേ ബി ഇൻ ന്യൂസ് അല്ലേ? ഗോമാൽ ക്യാരക്ടറാണോ ദുരന്തറിലെല്ലാം? ഗോമാൽ. സ്വാറ്റ് വാലി, UPSC ചോദിച്ചിട്ടുള്ളതാണ്. സ്വാറ്റ് വാലി UPSC ചോദിച്ചതാണ്. സ്വാറ്റ് ഈസ് എ റിവർ. ഓക്കെ, സോ അങ്ങനെ പോകുന്നു. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി അതർ തിങ്സ്. ഓക്കെ, ഇൻഡസ് റിവർ സിസ്റ്റം. അപ്പോൾ ഇത് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ? ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ദെംചോക്ക്. ഐ തിങ്ക് ഐ ഹാവ് പ്ലേസ് ദ മാപ്പ് ഹിയർ. ഇല്ല, ദെംചോക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഈ ദെംചോക്കിന് അടുത്താണ് ഉംലിംഗ് ല എന്ന് പറയുന്ന പാസ്. പണ്ട് ആൾക്കാർ സ്റ്റാറ്റസ് ഇടുമായിരുന്നു ഈ ലഡാക്ക് ട്രിപ്പ് പോയ ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു പാസ്, ഉംലിംഗ് ല. ഇപ്പൊ അതല്ല, ഇപ്പൊ വേറൊരു പാസ് അതിന്റെ മുകളിലുള്ള, എന്താ അതിന്റെ പേര്? മിഗ്ല. ഇപ്പോൾ ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് എന്ന് പറയുന്നത് മിഗ്ലയാണ്. കഴിഞ്ഞ വർഷത്തെ മാറിയിട്ടുള്ളൂ. BRO പുതിയ റോഡ് ഉണ്ടാക്കി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ട്രിബ്യൂട്ടറീസ്. അല്ല, സസ്കറിനെ പറ്റി പറഞ്ഞു, ഷ്യോക്കിനെ പറ്റി പറഞ്ഞു. ഷ്യോക്കിന്റെ ട്രിബ്യൂട്ടറിയാണ് ഗൽവാൻ നദിയും. ഗൽവാനിലാണ് നമ്മുടെ ക്ലാഷ് നടന്നത്. സോ ഗൽവാൻ വാസ് എ ഷ്യോക്ക് ഫോർ ഇന്ത്യ എന്ന് ഓർത്താൽ മതി. ഗൽവാൻ വാസ് എ ഷോക്ക്. ദെൻ ന്യൂബ്ര. ഓക്കെ, ന്യൂബ്ര ഈസ് ഫ്രം സിയാച്ചിൻ. പിന്നെ ഗിൽജിത്ത്, ഗർത്താങ്, ദ്രാസ്, ഷിഗർ, ഹുൻസ, ഇതെല്ലാം ട്രിബ്യൂട്ടറീസ് ആണ്. അറ്റോക്ക് ആണ് ആ ഒരു സ്ഥലത്തിന്റെ പേര്, യൂ ടേൺ എടുക്കുന്ന പഞ്ചനാട്. ദാറ്റ്സ് ഇറ്റ്. നൗ യെസ്, വി ഷുഡ് നോ അബൌട്ട് ദി ഇൻഡസ് റിവർ ഡോൾഫിൻ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് എഫക്റ്റീവ്ലി ബ്ലൈൻഡ് ആണ്. ബിക്കോസ് ഈ ഇൻഡസിന്റെ അവിടെ ഭയങ്കര സെഡിമെന്റ്സ് ആണ്. അപ്പോൾ അവരുടെ ആൻഡ് ഓൾസോ ദേ ഡു നോട്ട് ഹാവ് എ ഐലൻഡ്സ്. സോ ദേ മൂവ് യൂസിങ് എക്കോ ലൊക്കേഷൻ. ദേ ആർ എൻഡേഞ്ചേർഡ്. ഇന്ത്യയിൽ ഇത് എവിടെ കാണുള്ളൂ? ബേസ് നദിയിൽ മാത്രമേ നമുക്ക് ഇൻഡസ് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ബേസ് റിവറിൽ മാത്രമേ ഇൻഡസ് റിവർ ഡോൾഫിനെ കാണാൻ പറ്റുള്ളൂ. സോ ദെൻ കംസ് ദി ഫസ്റ്റ് റിവർ ഝേലം. എവിടെയാ? എവിടുന്ന ഒറിജിനേറ്റ് ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലെ വെരിനാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്പ്രിങ്, അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഇങ്ങനെ നോർത്ത് ഡയറക്ഷനിൽ പോയി ബുളാർ ലേക്കിൽ എൻ്റർ ചെയ്ത് അങ്ങനെ പോയി, അല്ലേ? യൂ ടേൺ അടിച്ച്. അതാണ് ഇതിൻ്റെ ഒരു പാത്ത്. ഇതിൻ്റെ ട്രിബ്യൂട്ടറിയാണ് കിഷൻഗംഗ റിവർ, കിഷൻഗംഗ നദി. ഇതൊരു വാട്ടർ ഡിസ്പ്യൂട്ട് ആണ്. കാരണം എന്താണ്? ഇൻഡസ്, ഝേലം, ചെനാബ് പാകിസ്ഥാനാണ് ആസ് പെർ ഇൻഡസ് വാട്ടർ ട്രീറ്റി. പക്ഷേ നമ്മളിവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കിഷൻഗംഗ. സോ പാകിസ്ഥാൻ ഈസ് പ്രൊട്ടസ്റ്റിംഗ് നൗ. എന്തായാലും എന്താണ്? ഇൻഡസ് ട്രീറ്റി ഈസ് ഇൻ കെപ്റ്റ് ഇൻ അബേയൻസ് ആണ്, അല്ലേ? സോ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ എല്ലാം യു ഷുഡ് ഓൾസോ നോ. അപ്പോൾ ഈ വെരിനാഗ് എവിടെയാണ്? പിർപ്പഞ്ചൽ റേഞ്ചിലാണ് കേട്ടോ, കാശ്മീരിലെ പിർപ്പഞ്ചൽ റേഞ്ച്. ബുളാർ ലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെന്താ? ഈ ഝേലം പോയി ജോയിൻ ചെയ്യുന്നത് എവിടേക്കാ? ചെനാബിലേക്കാണ്. ഓക്കെ, എല്ലാവരും ചെനാബിലേക്ക് ജോയിൻ ചെയ്യും. എന്നിട്ട് ചെനാബ് പോയി സട്ലജിൽ ജോയിൻ ചെയ്യും. സട്ലജ് പോയിട്ട് ഇൻഡസിൽ ജോയിൻ ചെയ്യും. അതാണ് കഥ. ലെറ്റ്സ് ടോക്ക് അബൌട്ട്
സോറി, ഇതിനൊരു ഏൻഷ്യൻ നെയിം ഉണ്ട്, വിദുസ്ത അല്ലെങ്കിൽ ഹിഡാപ്സസ്. നമ്മൾ അലക്സാണ്ടറിന്റെ ഇൻവേഷൻ ടു ഇന്ത്യയിൽ നമ്മൾ പഠിക്കും ബാറ്റിൽ ഓഫ് ഹെഡാപ്സസ്. അതാരൊക്കെയാ? അലക്സാണ്ടറും പോറസ് തമ്മിലുള്ള യുദ്ധമാണ്. ഓക്കെ, ഹെഡാപ്സസ്. ദെൻ ചെനാബ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഹിമാചൽ പ്രദേശിലെ റോത്താങ് പാസ് എന്നാണ് വരുന്നത്. സോറി, റോത്താങ് അല്ല, ബാരാഷിഗിഡി ഗ്ലേഷ്യർ. ഈ ബാരാലാച്ചാല പാസ് ഇതൊക്കെ ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പൊ ഇതിന് 2 ട്രിബ്യൂട്ടറീസ് ആണ്, ചന്ദ്രയും ഭാഗ്യവും. സോ ഇറ്റ്സ് കോൾഡ് ആസ് ചന്ദ്രഭാഗ ആൻഡ് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് ആണ്. ഓക്കെ, ദെൻ ഇത് പോയിട്ട് എന്ത് ചെയ്യും? joins Chenab, as we said. Now let's talk about ചെനാബിലുള്ള 2 പ്രോജക്റ്റുകൾ, റാറ്റിൽ ഡാം പ്രൊജക്റ്റും. There is a project called as Rattle Dam project, and then there is a river, Marsudar river, tributary of Chenab ആണ്. അതിലാണ് പക്കുൽദുൽ ഹൈഡ്രോഇലക്ട്രിക് പ്രൊജക്ട് ഇന്ത്യ ചെയ്യുന്നത്. Again, Pakistan is opposing പക്കുൽദുൽ project. Okay, പക്കുൽദുൽ project. നെക്സ്റ്റ് ഈസ് രവി എന്ന് പറയുന്നത് പരുഷ്ണിയാണ്, ബാറ്റിൽ ഓഫ് 10 കിങ്സ് അല്ലെ, ദശരാജൻ യുദ്ധ ഋഗ്വേദത്തിൽ പറയുന്ന ബാറ്റിൽ ഓഫ് 10 കിങ്സ് പറയുന്നത് അവിടെയാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബോർഡർ രവി നദി ഉണ്ടാക്കുന്നുണ്ട്. കർത്താർപൂർ കോറിഡോർ അവിടെയാണ് അല്ലെ, കർത്താർപൂർ കോറിഡോർ നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. ലാഹോർ എന്ന് പറയുന്ന സിറ്റി ക്യാപിറ്റൽ, ഇറ്റ് ഈസ് ഓൺ ദ ബാങ്ക് ഓഫ് രവി റിവർ, പാകിസ്ഥാന്റെ ലാഹോർ. ഓക്കെ, ലാഹോർ, കർത്താർപൂർ കോറിഡോർ. രവി റിവറിലുള്ള ഡാമുകൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. രഞ്ജിത്ത് സാഗർ, രഞ്ജിത്ത് എന്നുള്ള വാക്ക് നമ്മൾ എവിടെ പഠിച്ചിട്ടുള്ളത്? മോഡേൺ ഹിസ്റ്ററിയിൽ രാജാ രഞ്ജിത്ത് സിംഗ് അല്ലെ, രാജാ രഞ്ജിത്ത് സിംഗും പിന്നെ കമേഴ്ഷ്യൽ മറ്റേ ഓക്ലാൻഡിന്റെ സമയത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. സോ രഞ്ജിത്ത് സാഗർ ഡാം, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് തെയിൻ ഡാം, പിന്നെ ചമേര ഡാം, ഷാപൂർ ഖാൻലി ഡാം. ഓക്കെ, സോ ഇത്രയും ഡാംസും രവി റിവറിലുണ്ട്. സ്റ്റഡി ദീസ് നെയിംസ്. ദെൻ ബയാസ് റിവർ. ബയാസ് റിവറിന്റെ പ്രത്യേകത എന്താ? ദ ഓൺലി റിവർ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി വിത്തിൻ ഇന്ത്യൻ ടെറിട്ടറി. ഈ ബയാസ് പോയിട്ട് ആരിൽ ജോയിൻ ചെയ്യും? സട്ലജിൽ. എവിടെ? പഞ്ചാബിലെ ഹരിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടുന്ന് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഇന്ദിരാഗാന്ധി കനാൽ എടുത്തിട്ട് നമ്മൾ ഇറിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബയാസ് നദിയുടെ ഒറിജിൻ എവിടെയാ? റോത്താങ് പാസ്. ഓക്കെ, റോത്താങ് പാസിൽ ഒറിജിനേറ്റ് ചെയ്ത് നമ്മുടെ ടൗൺസ് ആയിട്ടുള്ള മണാലി, കുളു, ഓക്കെ, ഇവിടെയൊക്കെ പോയി വന്ന് പിന്നെ പഞ്ചാബിൽ എത്തും. അവിടെയാണ് നമ്മുടെ റാംസാർ സൈറ്റും. ഒരു റാംസാർ സൈറ്റ് ഉണ്ട്, ഒരു ഡാമും ഉണ്ട്. അതിനെയാണ് നമ്മൾ ബേസ് ഡാം അല്ലെങ്കിൽ പോങ് ഡാം അല്ലെങ്കിൽ മഹാറാണ പ്രതാപ് സാഗർ എന്ന് വിളിക്കുന്ന ഡാമുള്ളത് എവിടെയാണ്? ഈ ബേസ് നദിയിലാണ്. എല്ലാ ഇൻഡസ് ട്രിബ്യൂട്ടറീസും അതിന്റെ കറസ്പോണ്ടിങ് ഡാമും പഠിച്ചോളൂ, ബിക്കോസ് ഇൻഡസ് ഡിസ്പ്യൂട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ഓക്കെ, അടുത്തത് സട്ലജ് ആണ്. സട്ലജിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു സിസ്റ്റത്തിലെ ദ ഓൺലി വൺ ട്രാൻസ്ബൗണ്ടറി റിവർ ആണ്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം മാനസരോവർ, അവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. സട്ലജ് എങ്ങനെയാ? സട്ലജ് ഹിമാചലിൽ നിന്നും പഞ്ചാബിൽ കയറി അങ്ങനെയാണ് പോകുന്നത്, റൈറ്റ്? അപ്പൊ ഹിമാചൽ പ്രദേശിൽ ഒരു ഡാം ഉണ്ട്, അതിന്റെ പേരാണ് ബക്ര ഡാം. പഞ്ചാബിൽ കയറുമ്പോൾ നങ്കൽ ഡാം. അങ്ങനെ അതിന് രണ്ടിനെയും കൂടി വിളിക്കുന്ന പേരാണ് ബക്ര നങ്കൽ ഡാം. ഓക്കെ, ഈ സട്ലജ് നദിയിൽ നിന്നും പഞ്ചാബിലേക്ക് ഇറിഗേഷന് വേണ്ടി കനാൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് സർ ഹിന്ദ് കനാൽ. എസ് ഫോർ സട്ലജ് എന്ന് ഓർത്താൽ മതി, സർ സട്ലജ്. ഓക്കെ, പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സട്ലജിൽ തന്നെ പഞ്ചാബിൽ നമ്മളൊരു ഡാം ഉണ്ടാക്കിയിട്ടുണ്ട്, റോപ്പർ. അതുകൊണ്ടാണ് റോപ്പർ ഈസ് എ ആർട്ടിഫിഷ്യൽ റാംസാർ സൈറ്റ്. വെറ്റ്ലാൻഡ് അല്ലേ? പഞ്ചാബിലെ ഏതൊക്കെയാ? 3 റാംസാർ സൈറ്റ് അല്ലേ? 3 അല്ല, കുറെ ഉണ്ട് തോന്നുന്നുണ്ട്. ഹരിക്കെ, ഓക്കെ, റോപ്പർ ആൻഡ് കാഞ്ചിലി അല്ലെ, കാഞ്ചിലിയോ അങ്ങനെ എന്തൊരു 3 റാംസാർ സൈറ്റ്സ് ഇനി ഉണ്ടോ? 3 അറ്റ്ലീസ്റ്റ്. അത് ഹിമാചൽ പ്രദേശിലല്ലേ? ഹിമാചൽ പ്രദേശിലാണ് ബേസ്ഡ്. ഹിമാചൽ പ്രദേശാണ് ബേസ് ഡാം. ബേസ് ഡാമോ? അതായത് പോങ് ഡാം. ബേസ് നദി അല്ല, ബേസ് നദിയാണോ പറയുന്നത്? ഞാൻ പറയുന്നത് റാംസാർ സൈറ്റ് ആണ്. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് റാംസ്. ഐ ഡോണ്ട് തിങ്ക് സോ. ലേറ്റർ യു ഗൈസ് ചെക്ക് ഇറ്റ്.
ഓക്കെ, ഹരിക്കെ, റോപ്പർ ആൻഡ് കാഞ്ചിലി, ഇത് മൂന്നും എന്തായാലും ഉണ്ട് പഞ്ചാബിൽ. കേശവപൂർ, മ്യാനി, റോപ്പർ, കാഞ്ചി. കഴിഞ്ഞു. ഒരു ലേറ്റർ അഡീഷൻ ആണ്. ഞാൻ നേരത്തെ 3 നമ്പറിലെ അതിന്റെ കൂടെ കേശവപൂർ, മ്യാനി കൂടെ ഉണ്ട്. ഹിമാചൽ പ്രദേശ്, പൊങ്ഡാം. മതി. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഏൻഷ്യന്റ് പേരുകൾ, ഇതിന്റെ ലിസ്റ്റ് ഉണ്ട്, നിങ്ങൾ ലേറ്റർ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഗംഗയിലേക്ക് കയറാം. ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഇത്രയും ക്ലിയർ അല്ലേ ഇൻഡസിന്റെ? ഓക്കെ, റാംസാർ സൈറ്റ് നോക്കിക്കോളൂ കേട്ടോ. ഓൾവേസ് ഇറ്റ്സ് മേക്ക് സം ന്യൂമോണിക്. ഞാൻ പെട്ടെന്ന് ഓർത്തിരിക്കുന്നത് ഹരിക്കെ എന്ന് മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ എച്ച് ഫോർ ഹരിക്കെ, ആർ ഫോർ റോപ്പർ, കെ ഫോർ കാഞ്ചിലി, കെ ഫോർ ഒന്നുകൂടി ഉണ്ട് ഇപ്പോൾ പറഞ്ഞ കേശവപൂർ, മ്യാനി. അങ്ങനെ ഓർത്താൽ മതി, പെട്ടെന്ന് കിട്ടും. സോ ഓൾവേസ് ജിയോഗ്രഫിയിലൊന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവരുത്. പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ മേക്ക് കോഡ്സ്. ഫൈനൽ മന്തിൽ നമ്മൾ അതൊക്കെയാണ് ട്രിക്കുകളൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറി. ഗംഗ എന്നുള്ള പേര് എപ്പോൾ തൊട്ടേ നമ്മൾ വിളിക്കുള്ളൂ? 2 ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള പിന്നെ അളകനന്ദയും ഭാഗീരഥിയും ദേവപ്രയാഗിൽ അല്ലേ, അവർ DP ചേഞ്ച് ചെയ്യുമ്പോൾ വി വിൽ കോൾ ദം ഗംഗ. ഓക്കെ, സോ ഗംഗോത്രി അല്ലെങ്കിൽ അതിന്റെ വേറെ പേരെന്താ? ഗൗമുഖ് ഗ്ലേഷ്യറിൽ നിന്നും ഭാഗീരഥി വരും. പിന്നെ നമ്മുടെ ബദ്രീനാഥിലാണ് ആരുള്ളത്? സതോപന്ത് എന്ന് പറയുന്ന ഗ്ലേഷ്യർ. സതോപന്തിൽ നിന്നും ആര് വരും? നമ്മുടെ മന്ദാകിനി വന്ന് DP ആൻഡ് ദെൻ ഇറ്റ് കോൾഡ് ആസ് ഗംഗ. ഇനി അളകനന്ദയ്ക്ക് കുറേ ഫാൻസ് ഉണ്ട്. ഓക്കെ, സോ എവിടെ നിന്നൊക്കെ വരുന്നത്? ഒന്ന് നമ്മുടെ വിഷ്ണു പ്രയാഗ് ഉണ്ട്, അന്തപ്രയാഗ് ഉണ്ട്, പിണ്ടാർ, കർണപ്രയാഗ്. സോ ദീസ് ആർ പ്ലേസസ് വേർ ദേ മീറ്റ് ആൻഡ് ദർ ആർ മെനി ട്രിബ്യൂട്ടറീസ്. പഠിക്കുക, ഇത് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്. ഓക്കെ, പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ളത് അതൊക്കെ തന്നെയാണ്. ദെൻ കേദാർനാഥിൽ നിന്നാണ് ആര് വരുന്നത്? മന്ദാകിനിയും അളകനന്ദയും ജോയിൻ ചെയ്യുമ്പോൾ അല്ലേ, അതൊരു പവർഫുൾ 2 ലേഡീസ്. ഓക്കെ, അളകനന്ദ ആൻഡ് മന്ദാകിനി. ദെൻ ഇറ്റ് ബിക്കംസ് രുദ്ര. ഓക്കെ, രുദ്രപ്രയാഗ്. സോ അങ്ങനെ എന്തെങ്കിലും ചീറ്റ് കോഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഓർത്തിരിക്കുക. മാപ്പൊന്നും വരച്ച സമയം കളയരുത്. സോ ദാറ്റ് ഈസ് ദ മെയിൻ ട്രിബ്യൂട്ടറീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഭാഗീരഥിയെ പറ്റി പറയാം. ഭാഗീരഥി കംസ് ഫ്രം ഗൗമുഖ് ഗ്ലേഷ്യർ. ഓക്കെ, ഉത്തരാഖണ്ഡിൽ നിന്നാണ്. അവിടെയാണ് നമ്മുടെ തേരി ഡാം. തേരിന്റെ പ്രത്യേകത എന്താ? ടോളസ്റ്റ് ഡാം ഇൻ ഇന്ത്യയാണ്. ടോളസ്റ്റ് ഡാം. ദെൻ അളകനന്ദ എവിടെ നിന്നാണ് വരുന്നത്? ദേവപ്രയാഗിൽ നിന്നും. അളകനന്ദ കംസ് ഫ്രം സതോപന്ത് ഗ്ലേഷ്യർ, ബദ്രിനാഥ്. അളകനന്ദയിലേക്ക് 2 ട്രിബ്യൂട്ടറീസ്, മന്ദാകിനി ആൻഡ് പിണ്ടർ. മന്ദാകിനി joins at രുദ്രപ്രയാഗ് ആൻഡ് പിണ്ടാർ joins at കർണപ്രയാഗ്. ഓക്കെ, ചോട്ടാ ചാർദം എന്ന് പറയുന്നൊരു നെറ്റ്വർക്ക് ഉണ്ട് ഉത്തരാഖണ്ഡിൽ. ഏതൊക്കെയാ? ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്. ഈ 4 സ്ഥലങ്ങളാണ് ചോട്ടാ ചാർദം എന്ന് പറയുന്ന സ്ഥലങ്ങൾ. അല്ലാതൊരു ചാർദമുണ്ട്. എവിടെയാ? ബദ്രിനാഥ്, ദ്വാരക, ജഗന്നാഥ് പുരി ആൻഡ് രാമേശ്വരം. ഇതിന്റെ എന്താ? the only thing, just remember, this is the only place which is not which is Shaivate, which is not Vaishnavate. ബാക്കിയെല്ലാം രാമൻ എന്ന് പേരുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് വിഷ്ണു. ഓക്കെ, ഇറ്റ്സ് ശിവ. രാമൻ പോയിട്ട് ശിവലിംഗമാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ദിസ് ഇസ് ശിവ. ബാക്കിയെല്ലാം ദിസ് ഈസ് വേർ വിഷ്ണു, ഐ മീൻ കൃഷ്ണ ദ്വാരക്, സെൻറ്റർ ദ്വാരക് ടെമ്പിൾ. ദെൻ ഹിയർ ഈസ് മഹാവിഷ്ണു, ഹിയർ ഈസ് ഓൾസോ മഹാവിഷ്ണു. ഓക്കെ, ജഗന്നാഥ് പുരിയിൽ പോകുന്ന, ഓക്കെ, പുരിയിൽ റിവർ ഏതാ അറിയോ? പുരി ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് ദർ ഈസ് സം ബ്ലാക്ക് പഗോഡ. കൊണാർക്കിൽ പോകുന്നത് ഏതാ? ആർട്ട് ആൻഡ് കൾച്ചറിൽ നിങ്ങൾ എപ്പോഴും സൈറ്റ് പഠിക്കുമ്പോൾ അവിടെ തന്നെ റിവർ എഴുതി വെക്കണം. UPSC ഡസ് നോട്ട് ഡിസ്റ്റിങ്ക്വിഷ് ജിയോഗ്രഫി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ ദീസ് ഡേയ്സ്. ദേ ഓൾവേസ് മിക്സ് അപ്പ്. ഓക്കെ, പുരി കൂടെ മഹാനദി. ഓക്കെ, ദെൻ ചന്ദ്രഭാഗ. യെസ്, ചന്ദ്രഭാഗ. 3 ചന്ദ്രഭാഗ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടുത്തെ പുരി ജഗന്നാഥ് അല്ല, ബ്ലാക്ക് പഗോഡ കൊണാർക്കിലെ ചന്ദ്രഭാഗ, പന്തർപൂരിലെ വാരി വർക്കാരി ഫെസ്റ്റിവൽ നടക്കുന്ന അവിടുത്തെ ചന്ദ്രഭാഗ, ആൻഡ് നമ്മുടെ ചെനാബിലെ ചന്ദ്രഭാഗ. 3 ചന്ദ്രഭാഗസ്. ഓക്കെ, ദെൻ ഗംഗയുടെ പിന്നത്തെ ജേണി എന്ന് പറയുന്നത് ഈ ട്രിബ്യൂട്ടറീസ് എല്ലാം കിട്ടി. ദെൻ ഇറ്റ് ഗോസ് ടു വെസ്റ്റ് ബംഗാളിൽ ഫറക്ക ബറാജിൽ നിന്നും ഹൂഗ്ലി ആയിട്ടും
പദ്മയായിട്ടും സ്പ്ലിറ്റ് ചെയ്യും, റൈറ്റ്? ആ ഹൂഗ്ലിയിലേക്ക് ആര് വരും? നമ്മുടെ ദാമോദർ വന്ന് മെർജ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഹൂഗ്ലി ഗോസ് ഇൻ ടു ദിസ് സുന്ദർബൻ, ആ ഒരു ഏരിയ. അവിടെയാണ് ആരുള്ളത്? സാഗർ ഐലൻഡ് അല്ലെങ്കിൽ ഗംഗാസാഗർ എന്ന് പറയുന്ന ദ്വീപ്. അവിടെയാണ് കപിലമുനി, ഇറ്റ്സ് എ കപിലമുനി ടെമ്പിൾ. അവിടെ മകർ സംക്രാന്തി ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഗംഗാസാഗർ മേള നടക്കാറുണ്ട് അവിടെ. സോ ഗംഗാസാഗർ ഐലൻഡ്. ഓക്കെ, alright, then let's talk about each of the tributaries. UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ടു ഈസ്റ്റ് അറേഞ്ച് ചെയ്യാൻ ഓഫ് ദ ട്രിബ്യൂട്ടറീസ്. ആദ്യം വരുന്ന ആരാ? നമ്മുടെ യമുനയാണ്. ഓക്കെ, then see here you can see Yamuna, then comes Ramganga, then comes Gomti, then comes Gagra, then comes Gandak, then comes Kosi, okay, Mahananda, right? So ആ ഒരു ഓർഡറും ഓർത്തിരിക്കുക. Okay, now let's talk about each of these tributaries. രാംഗംഗയെ പറ്റി നമുക്ക് അറിയേണ്ടത് എന്താണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെ പറ്റി അറിയണം, ഉത്തരാഖണ്ഡാണ്. ഓക്കെ, എനിത്തിങ് എൽസ്? ഓക്കെ, ഗോംതി ഗോസ് ത്രൂ ലക്നൗ, ഓർത്തിരിക്കുക. യു പിയുടെ പവർ സെന്റർ ലക്നൗ അല്ലെ? ലക്നൗ ഗോംതി. ഗാഗ്രയുടെ പ്രത്യേകത എന്താ? ലാർജസ്റ്റ് ട്രിബ്യൂട്ടറിയാ. യമുന അല്ല ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി. യമുന ഇസ് ദ ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. ഗാഗ്രയിലാണ് ഡിസ്ചാർജ് വോളിയം, വാട്ടറിന്റെ കണ്ടന്റ് കൂടുതൽ ഏതിലാണ്? ഗാഗ്രയിലാണ്. ഓക്കെ, സോ ഗാഗ്രയിലേക്ക് വന്ന് മെർജ് ചെയ്യുന്ന വേറൊരു നദിയുണ്ട്, നമ്മുടെ ശാരദ, കാളി. നമ്മൾ ഈ ഒരു ഡിസ്പ്യൂട്ട് പഠിക്കില്ലേ, കാലാപാനി ഡിസ്പ്യൂട്ട് പഠിക്കുമ്പോൾ, റൈറ്റ്, നേപ്പാളിന്റെയും ഇന്ത്യയുടെയും ഉത്തരാഖണ്ഡിന്റെയും ബോർഡർ ആയിട്ട് പറയുന്നത് എന്താണ്? ഈ ഒരു കാളി നദിയാണ്, റൈറ്റ്? കാളി. ഈ കാളി പോയിട്ട് നമ്മുടെ ഗാഗ്രയിലേക്ക് ജോയിൻ ചെയ്യും. ഗാഗ്ര എവിടെ നിന്ന് വരുന്ന നദിയാ? മാനസരോവർ ലേക്കിൽ നിന്നും ഗാഗ്ര നേപ്പാളിൽ കയറുമ്പോൾ അതിന്റെ പേരാണ് കർണാലി നദി. ഈ കർണാലിയിലേക്ക് നമ്മുടെ ആര് വരും? ഈ ശാരദ അല്ലെങ്കിൽ സരയു അല്ലെങ്കിൽ കാളി അല്ലെങ്കിൽ മഹാകാളി എന്ന് പറയുന്ന നദി വന്ന് മെർജ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ഗാഗ്ര റിവർ. ഓക്കെ, ആൻഡ് യെസ്, UPSC ചോദിച്ചിരുന്നു ഈ മിലാം ഗ്ലേഷ്യറിനെ പറ്റി. UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു മിലാം ഗ്ലേഷ്യർ. ഓക്കെ, മിലാം ഗ്ലേഷ്യർ എവിടെയാ? ഉത്തരാഖണ്ഡിലാണ്. ഏതാ നദി? ഗോരിഗംഗ. ഓക്കെ, ഗോരിഗംഗ. എന്നിട്ട് എവിടെ പോയി ജോയിൻ ചെയ്യും? കാളി. ഓക്കെ, കാളി നേരത്തെ പറഞ്ഞല്ലേ, കാളി ഗാഗ്രയുടെ ട്രിബ്യൂട്ടറിയായ കാളിയുടെ ട്രിബ്യൂട്ടറിയാണ് ഗോരിഗംഗ. അതിനെ ഫീഡ് ചെയ്യുന്ന ഗ്ലേഷ്യറിനെ UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിലാം ഗ്ലേഷ്യർ. സോ യു സ്റ്റഡി ദാറ്റ്. ദെൻ ദാറ്റ്സ് ഇറ്റ്. ഗാഗ്ര പിന്നീട് പട്നയിൽ പോയി ജോയിൻ ചെയ്യും. ഗണ്ഡക് റിവർ. ഗണ്ഡക് എവിടെ നിന്ന് വരുന്നതാണ്? ട്രാൻസ്ബൗണ്ടറി ആണ് അല്ലെ? നേപ്പാളിൽ നിന്ന് വരുന്നതാണ്. അതായത് ടിബറ്റിൽ പോയി നേപ്പാളിൽ കയറി പിന്നെ ബീഹാറിൽ വന്ന് ജോയിൻ ചെയ്യും. ഓക്കെ, ഈ ഗണ്ഡക്കിന് ഒരു ട്രിബ്യൂട്ടറി അല്ല, പക്ഷെ ഒരു സെപ്പറേറ്റ് നദിയാണ് ഈ ബുർഹി ഗണ്ഡക് എന്ന് പറയുന്ന നദി. ഈ ബുർഹി ഗണ്ഡക്കിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ ലേക്ക്, കൻവാർ താൽ അല്ലെങ്കിൽ കബർത്താൽ എന്ന് പറയുന്ന വെറ്റ്ലാൻഡ്. ഓക്കെ, അത് പിന്നീട് എവിടെ പോയി ജോയിൻ ചെയ്യും? ഗംഗയിൽ പോയി ജോയിൻ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ സ്റ്റോറി. നെക്സ്റ്റ് ഈസ് കോസി എന്ന് പറയുന്നത് സോറോ ഓഫ് ബീഹാർ ആണ്. നേപ്പാളിൽ സപ്ത കൗസിക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് വന്ന് ബീഹാറിലേക്ക് കയറും. അപ്പോൾ ഈ ചില സമയത്ത് അവിടെ ഇൻറ്റൻസ് ഫ്ലഡിങ് നടക്കും. അപ്പോൾ നൗ വാട്ട് വി ആർ സേയിങ് ഈസ് ഈ കോസിയിൽ നിന്നും വാട്ടർ എടുത്തിട്ട് എവിടെ കൊണ്ടുപോയി കൊടുക്കാൻ? മേച്ചി എന്ന് പറയുന്ന ഒരു നദിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ. ഓക്കെ, ഈ മേച്ചി ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് മഹാനന്ദ, വിച്ച് ഈസ് അഗെയിൻ എ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. അതാണ് കോസി മേച്ചി റിവർ ഇന്റർലിങ്കിങ്. നേരത്തെ നമ്മൾ എന്ത് കൺട്രോൾ ചെയ്യാനായിരുന്നു? കെൻബെത്വ പറഞ്ഞത് എന്തിനാ? ഡ്രോട്ടിന് വേണ്ടിയിട്ടാണ്. സർപ്ലസ് വെള്ളം ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ബുണ്ടേൽഖണ്ഡിൽ കൊടുക്കാനാണ് കെൻബെത്വ റിവർ ഇന്റർലിങ്കിങ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്തിനാ? സർപ്ലസ് ഡ്രോട്ട്, ഫ്ലഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോസി റിവർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് മഹാനന്ദയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് ജോയിനിങ് ഗംഗ നോട്ട് വിത്തിൻ ഇന്ത്യ. ഇത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ഒക്കെ അല്ലേ, ആ ഒരു ഏരിയയിൽ കൂടെ ഒക്കെ പോയി ബംഗ്ലാദേശിൽ കയറിയിട്ടേ ഇന്ത്യയിൽ ജോയിൻ ചെയ്യുള്ളൂ. അതാണ് മഹാനന്ദ. സോ പക്ഷേ മഹാനന്ദ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട് എവിടെ? നമ്മുടെ ഡാർജിലിംഗിൽ. ഓക്കെ, മഹാനന്ദ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഞാൻ നേരത്തെ പറഞ്ഞ കഥ, ഈ മേച്ചി റിവറും കോസിയിൽ നിന്ന് മേച്ചിയിലേക്ക് കൊടുത്ത്
so that surplus water from the Kosi can be transferred to, okay, so that is Mahananda river. Then let's talk about this India Nepal dispute. എന്തുകൊണ്ട് ഏത് നദി കാരണമാണ്? ഒരു നദി മാത്രമല്ല, കാളി നദിയുണ്ട്, ഗണ്ഡക് റിവറും റെസ്പോൺസിബിൾ ആണ്. അപ്പൊ രണ്ട് ഏരിയ ആണ് ഈ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ളത്. ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് ഈ ലിംപിയുദാര ലിപ്പു ലേക്ക് കോൺട്രവേഴ്സി. ട്രീറ്റി ഓഫ് സെഗൌളി എന്ന് പറയുന്നൊരു ട്രീറ്റി ഉണ്ട്. അത് പ്രകാരം അത് വായിച്ചിട്ട് ഇവർക്ക് മനസ്സിലാവുന്നത്, നേപ്പാളുകാർ പറയുന്നത്, സോ ബേസിക്കലി ട്രീറ്റി പറയുന്നത് എന്താ? കാളി നദിയുടെ ഈസ്റ്റിലേക്ക് നേപ്പാളും വെസ്റ്റിലേക്ക് ഇന്ത്യ ആണെന്നാണ്. അപ്പം ഇത് എവിടുന്ന് തുടങ്ങുന്നു എന്നനുസരിച്ചിരിക്കും ഇതിന്റെ ഡിസ്പ്യൂട്ട്. അപ്പോൾ നേപ്പാളുകാർ പറയുന്നത് കാളി നദി ലിംപിയോധാര കുറച്ചുകൂടി നോർത്ത് നിന്ന് തുടങ്ങുന്നു. അപ്പം ഇങ്ങനെ വരച്ചാൽ എന്ത് സംഭവിക്കും? ഇത്രയും സ്ഥലം ആർക്ക് പോയി? നേപ്പാളിന് പോയി. പക്ഷെ ഇന്ത്യ പറയുന്നത് എന്താണ്? കാളി റിവർ അവിടെ നിന്നല്ല ഒറിജിനേറ്റ് ചെയ്യുന്നത്, കാളി റിവർ ലിപ്പുലേക്ക് പാസ് എന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, കുറച്ചുകൂടി താഴ്ത്തുന്നതാണ്. അപ്പൊ ഇന്ത്യ ഇങ്ങനെ വരയ്ക്കും. അപ്പൊ ഇന്ത്യ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത്രയും സ്ഥലം ഇന്ത്യക്ക് കിട്ടി. മനസ്സിലായോ? സോ ബേസിക്കലി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദി ഒറിജിൻ പോയിന്റ്, ലിംപിയോധാര ആൻഡ് ലിപ്പു ലേക്ക്. ഓക്കെ, ലിപ്പു ലേക്ക് കോൺട്രവേഴ്സി. സോ ലിപ്പു ലേക്ക് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. ദിസ് ഈസ് ത്രൂ വെർ യു ക്യാൻ ഓൾസോ എൻ്റർ ദി കൈലാസ് മാനസരോവർ യാത്ര. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ലിപ്പു ലേക്ക്. ഓക്കെ, സോ മഹാകാളി റിവർ ഡിസ്പ്യൂട്ട്. അടുത്ത ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഗണ്ഡക് നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗണ്ഡക്, അത് സുസ്ത എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ബീഹാറിൽ. ഓക്കെ, സുസ്ത റിവർ ലിങ്കിങ്, സുസ്ത റിവർ ലിങ്കിങ് അല്ല, സുസ്ത റിവർ ഡിസ്പ്യൂട്ട്. സോ ബേസിക്കലി എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രീറ്റി വരച്ചപ്പോൾ സുസ്ത വാസ് ലെഫ്റ്റ്, അങ്ങനെ എന്തോ. ഓക്കെ, ട്രീറ്റി ഉണ്ടാക്കിയ കാലത്ത്. പിന്നീട് ഈ നദി മിയാൻഡർ ചെയ്ത് ഇപ്പുറത്തേക്ക് ചാടി. ഇപ്പൊ നൗ ദ ലാൻഡ് ഈസ് വിത്ത് ഇന്ത്യ, ഇന്ത്യയിലേക്ക് ചേർന്നു. പക്ഷെ നദി പോകുന്നു വേറെ സ്ഥലത്ത് കൂടെ. ഓക്കെ, ട്രീറ്റി നോക്കുകയാണെങ്കിൽ സുസ്ത ഷുഡ് ഫോൾ ഫോർ ദം, പക്ഷേ ഡിഫാക്ടോ അത് നമ്മുടെ കയ്യിലാണ്, ബിക്കോസ് ഓഫ് ദ മിയാൻഡറിങ് ഓഫ് ഗണ്ഡക് റിവർ, സുസ്ത ഡിസ്പ്യൂട്ട്. Okay, now let's talk about the right bank tributaries. സോൺ നദി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിന്റെ ട്രിബ്യൂട്ടറി ആണ് റിഹന്ത് ഡാം അല്ലെങ്കിൽ ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ ഡാം. ദെൻ there is a ബൻസാഗർ ഡാം ഇൻ സോൺ നദി. ഓക്കെ, അമർകണ്ടകിൽ നിന്നും പോകുന്നു. So this Govind Ballabh Pant Sagar is the India's largest artificial lake. Okay, then ഫാൽഗു നദി. ഫാൽഗു എവിടുന്ന? നമ്മുടെ ബോധ് ഗയയിലൂടെ പോകുന്നതാണ് ഫാൽഗു നദി. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് യമുന ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. യമുന പോകുന്ന സിറ്റികൾ ഏതൊക്കെയാണ്? ഡൽഹി, ആഗ്ര, മധുര. ഇതൊക്കെയാണ് യമുന പോകുന്ന സിറ്റികൾ അല്ലേ? ഡൽഹി, ആഗ്ര. ഡൽഹിയിൽ നിന്ന് നിങ്ങൾ ആഗ്രയ്ക്ക് പോകണമെങ്കിൽ ആദ്യം ഡൽഹിയിൽ നിന്ന് മധുര ക്രോസ് ചെയ്യും, മധുരയിൽ നിന്ന് ആഗ്രയ്ക്ക് എത്തും. ഇതിലൂടെ തന്നെയാണ് നമ്മുടെ യമുനയും പോകുന്നത്. ഓക്കെ, സോ യമുനയുടെ പ്രത്യേകത എന്താ? ലോങ്സ്റ്റ് ആണ് ആൻഡ് ഗാഗ്ര കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആണ് ഗംഗയുടെ ബൈ വോളിയം. ഓക്കെ, ഇത് എവിടുന്ന ഒറിജിനേറ്റ് ചെയ്യുന്നത്? യമുനോത്രി ഗ്ലേഷ്യർ, ഓൾസോ നോൺ ആസ് ബന്ദർ പൂഞ്ച്. ബന്ദർ എന്ന് പറഞ്ഞ കുരങ്ങൻ, പൂഞ്ച് എന്ന് പറഞ്ഞ വാല്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ ഉത്തരാഖണ്ഡ്. അപ്പോൾ യമുനയും നമ്മുടെ ഗംഗയുടെ പോലെ ഒരു സിമിലർ സ്റ്റോറി ഉണ്ട്. രണ്ട് നദികൾ മെർജ് ചെയ്തിട്ടാണ് അതിനെ യമുന എന്ന് വിളിക്കുന്നത്. ഒന്ന് ടോൺസ് എന്ന് പറയുന്ന ഒരു നദിയും ടോൺസ് ഇവിടെ വരും, ടോൺസും ഗിരിയും. ഓക്കെ, ഇത് രണ്ടും മെർജ് ചെയ്ത് തന്നെയാണ് നമ്മൾ യമുന എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ടോൺസ് നദിയാണ് ആക്ച്വലി ബന്ദർ പൂഞ്ചിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടോൺസ്. ഇവിടെ ഒരു ഡാം ഉണ്ട്, കിഷാവ് ഡാം. ദിസ് ഈസ് നൗ ഇൻ കൺസ്ട്രക്ഷൻ. ഇപ്പൊ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ന്യൂസിലുണ്ടായിരുന്നു 2028 ഇത് ഫിനിഷ് ആവും, കിഷാവ് ഡാം. ഓക്കെ, ആൻഡ് ആസാൻ ബറാജ്. ഇതൊരു റാംസാർ സൈറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരാഖണ്ഡിലെ ഫസ്റ്റ് റാംസാർ സൈറ്റ് പഠിച്ചു കാണും, ആസാൻ ബറാജ് അല്ലേ? എത്ര റാംസാർ സൈറ്റ്സ് ഉണ്ട് ഉത്തരാഖണ്ഡിൽ? മിനി റാംസാർ സൈറ്റ്സ് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കൂ. ഒരെണ്ണേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. റാംസാർ സൈറ്റ്സ് ഒരെണ്ണല്ലേ ഉള്ളൂ ഇൻ ഉത്തരാഖണ്ഡ്. അത് ഈ ആസാൻ ബറാജ് ആണ്. ഓക്കെ, അത് ഈ ആസാൻ നദിക്ക് ഉള്ളൊരു റാംസാർ സൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ആസാൻ നദി ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് ടോൺസ് റിവർ. ദെൻ കേട്ടിട്ടുണ്ടോ മുന്നേ? ആസാൻ ബറാജ് ആൻഡ് ആസാൻ റിവർ ഉണ്ടോ? ടോൺസ് റിവർ ഇല്ല. അതെ, നോട്ടിലില്ലെങ്കിൽ പ്ലീസ് ആഡ്. ഓക്കെ,
ടോൺസ് ആൻഡ് ആസാൻ ബറാജ് ഒക്കെ. ഇത് ഫസ്റ്റ് റാംസാർ സൈറ്റ് ഓഫ് ഉത്തരാഖണ്ഡാണ്. ദെൻ ഗിരി റിവർ. ഗിരിയിലാണ് നമ്മളൊരു രേണുക ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡൽഹി NCR റീജിയനിലേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഗിരി ഡാം. ഇത് എവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്? ഹിമാചൽ പ്രദേശിലാണ്. സോ ഗിരി ഈസ് അനദർ ട്രിബ്യൂട്ടറി. പിന്നെ ഹിൻഡോൺ റിവർ. ഹിൻഡോണിലാണ് നമ്മുടെ ഹിൻഡോൺ എയർഫോഴ്സിന്റെ ബേസ് ഉള്ളത്. ഓക്കെ, ഉത്തർപ്രദേശിലൂടെ പോകുന്നതാണ്. സാച്ചുറേറ്റഡ് ആയോ? RH = 100%. ഹീറ്റ് ചെയ്യണോ? ചമ്പൽ റിവർ. നെക്സ്റ്റ് ഈസ് ചമ്പൽ. ചമ്പൽ ഈസ് ഓൾസോ ട്രിബ്യൂട്ടറി ഓഫ് യമുന. യമുനയുടെ ട്രിബ്യൂട്ടറീസ് ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ഡിസ്കസ് ചെയ്ത്? ടോൺസും ഗിരി, ഹിൻഡോൺ. നെക്സ്റ്റ് ഈസ് ചമ്പൽ. ചമ്പലിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിൽ നിന്നാണ്. മാൽവയെ ഡിസെക്ട് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ മേക്സ് ദ ബോർഡർ ബിറ്റ്വീൻ മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ, അല്ലേ? മധ്യപ്രദേശ് രാജസ്ഥാൻ. ആ ബോർഡർ ഉണ്ടാക്കുന്ന ജേണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ വരച്ചില്ലായിരുന്നു നേരത്തെ. അപ്പോൾ ഈ ബോർഡർ ഉണ്ടാക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഒരു ഡാം എവിടെ ഉണ്ട്? മധ്യപ്രദേശിൽ. ഓക്കെ, അതിനാണ് ഗാന്ധി സാഗർ ഡാം എന്ന് പറയുന്നത്. പിന്നെയുള്ള 3 ഡാം എവിടെയാണ്? രാജസ്ഥാനിലാണ്. റാണ പ്രതാപ് സാഗർ, ജവഹർ സാഗർ, കോട്ട ബറാജ്. ഇത് 3ഉം അടുപ്പിച്ച് രാജസ്ഥാനിലാണ്. സോ ദർ ഇസ് ഓൺലി 1 ഡാം ഓഫ് ചമ്പൽ ഇൻ മധ്യപ്രദേശ്, ഗാന്ധിജി. ഓക്കെ, ദെൻ ചമ്പൽ പോകുന്ന ടൈഗർ റിസർവ് ആണ് മുകുന്ദാര ഹിൽസ് ടൈഗർ റിസർവ്, രാജസ്ഥാൻ. ദെൻ ദർ ഇസ് നാഷണൽ ചമ്പൽ സാങ്ച്വറി. ഇവിടെ ആരെ കാണും നമ്മൾ? ഘറിയൽസ്. ദെൻ ജവഹർ സാഗർ. ദെൻ ചമ്പലിന്റെ ട്രിബ്യൂട്ടറീസ് കാളി സിന്ധ്, ബനാസ്. ബനാസ് നമ്മൾ പറഞ്ഞു മാർവാറിലൂടെ പോകുന്ന പർവാൻ, പാർവതി. ക്ഷിപ്ര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ക്ഷിപ്രയുടെ പ്രത്യേകത? ഉജ്ജയിനിൽ എന്ത് നടക്കാറുണ്ട്? കുംഭമേള നടക്കാറുണ്ട്. ഉജ്ജയിൻ സിറ്റിയുടെ ബാങ്കിലാണ്, ക്ഷിപ്ര റിവറിന്റെ ബാങ്കിലാണ് ഉജ്ജയിൻ സിറ്റി. ഓക്കെ, സോ സംതിങ് കോൾഡ് ആസ് ഉജ്ജയിൻ സിംഹസ്ത. 12 വർഷം കൂടുമ്പോൾ. എവിടെയൊക്കെയാണ് കുംഭമേളാസ് നടക്കാറ്? 4 places അല്ലേ? പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാഷിക്. ഏതാ നദി? ഗോദാവരിയാണോ പ്രവരയാണോ? ഓക്കെ, വാട്ടെവർ. അപ്പൊ അതും ഓക്കെ, എനിക്ക് ഓർമ്മയില്ല. അത് ചോദിക്കുവോ? പഠിക്കണം. ഏതാ തിരുനാവായത്തെ? ഏതാ നദി? കോള് വരുന്നുണ്ടല്ലോ. കോള് വരുന്നു. നെക്സ്റ്റ് ദാമോദർ. ദാമോദർ എവിടുന്ന വരുന്നത്? ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോ. നമ്മൾ പറഞ്ഞു റേഡിയൽ ഡ്രെയിനേജ് പാറ്റേൺ അല്ലേ? ദാമോദർ വാലി കോർപ്പറേഷൻ ഫോർ ദി എനർജി സപ്ലൈ ഫോർ ദീസ് റീജിയൻസ്. ദാമോദർ വാലിയുടെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് റിച്ച് ഇൻ കോൾ, അല്ലേ? ഏത് കോൾ? ഗോണ്ട്വാന കോൾ. Damodar is also known as Soar of Bengal because I told you Damodar is going through a rift valley and it joins Hooghly. Then tributaries are Barakar, Konar, Bokaro. ഇവരുടെ ഡാംസ് ആണ് തിലയ്യ ഡാമും മൈത്തൻ ഡാംസ്. ഇറ്റ്സ് ഓൺ ബറാക്ക റിവർ. PYQ ആണ് ചോദിച്ചതാണ്. പാഞ്ചറ്റ് ഡാം ഓൺ ദാമോദർ, കൊണാർ ഡാം ഓൺ കൊണാർ റിവർ. സോ ദീസ് ഡാംസ് ഇഫ് യു ഡോണ്ട് നോ പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. ദാമോദർ. പിന്നെ ഇനി നൗ വിൽ സ്റ്റഡി. സോ ഗംഗ ഈസ് ഡൺ, ഇൻഡസ് ഈസ് ഡൺ. Now we'll study about the Brahmaputra system. അതുകൂടി കഴിഞ്ഞിട്ട് നിർത്താം. ഓക്കെ, ബ്രഹ്മപുത്ര ആയിട്ട് ഒറിജിനേറ്റ്സ് സെയിം സ്ഥലത്തു നിന്നാണ്, ചെമ്യങ്തുങ് ഗ്ലേഷ്യർ. ഓക്കെ, ദെൻ ഇറ്റ് ഗോസ് ത്രൂ ദി ഇൻഡസ് അല്ലേ സ്വിച്ചർ സോൺ, അല്ലേ? ഇൻഡസ് സാങ്പോ സ്വിച്ചർ സോൺ. എന്നിട്ട് അരുണാചൽ പ്രദേശിൽ എൻട്രി നടത്തും. അപ്പോൾ ഏത് നദിയായിട്ടാണ് കയറുന്നത്? ദിഹാങ് ഓർ സിയാങ്. എന്നിട്ട് ഇതിലേക്ക് ആര് വന്ന് കയറും? ലോഹിത് കയറും, പിന്നെ ദിബാങ് കയറും. അങ്ങനെ എല്ലാവരും കയറിയതിന് ശേഷം ഇറ്റ് ഈസ് നോൺ ആസ് ബ്രഹ്മപുത്ര. ഓക്കെ, സോ ഈ ദിബാങ്ങും ദിഹാങ്ങും മെർജ് ചെയ്യുന്ന സ്ഥലത്താണ് ദിഹാങ് ദിബാങ് ബയോസ്ഫിയർ റിസർവ്. നമ്മൾ PYQ ആണ് UPSC. ഇതിലെ PYQ അല്ല, PYQ ചോദിച്ചത് മറ്റേ നാംഡഫ് ആയിരുന്നു ചോദിച്ചത്. സോ ദിഹാങ് ദിബാങ്ങിന്റെ പ്രത്യേകത നമ്മൾ ഇന്നലെ പറഞ്ഞ എന്താണ്? ട്രോപ്പിക്കൽ ടു ആൽപൈൻ വെജിറ്റേഷൻ കാണുന്ന സ്ഥലമാണ് ദിഹാങ് ദിബാങ് ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, അപ്പോൾ സിൻഡാക്ഷ്യൽ ബെൻഡിങ് ഇതല്ല പരിപാടി. ഓക്കെ, ലോഹിത്, ദിബാങ്ങും ലോഹിത്തും. Now let's talk about the other tributaries, main tributaries.
അതർ ട്രിബ്യൂട്ടറീസ് ആണ് ധൻസിരി, സുബാൻസിരി, കാമേങ്, തീസ്ത. നമുക്ക് എല്ലാത്തിനെയും എടുത്ത് നോക്കാം. മജൂളി ഏതാ? ലാർജസ്റ്റ് റിവറൈൻ ഐലൻഡ് ആണ്. ഇറ്റ് സെൽഫ് ഈസ് എ ഡിസ്ട്രിക്ട്. ഓക്കെ, അതൊരു ഡിസ്ട്രിക്റ്റ് ആണ്, ഒരു ദ്വീപ് മൊത്തം ഡിസ്ട്രിക്റ്റ് ആണ്. പിന്നെ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് നാഷണൽ വാട്ടർവേ 2, ധൂബ്രി ആൻഡ് സാഡിയ ടു ധൂബ്രി. ഇതിനെയാണ് നമ്മൾ നാഷണൽ വാട്ടർവേ 2 എന്ന് വിളിക്കുന്നത്. Then what else? Yeah. So tributaries നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ദിബാങ് റിവർ. സോ ദിഹാങ്ങിലേക്ക് കയറുന്നതാണ് ദിബാങ് റിവർ. അരുണാചൽ പ്രദേശ് ആണ്. സോ ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദി കേയ പാസ്. എവിടെയാ? അരുണാചലാണ്. അരുണാചലിലുള്ള കുറച്ച് പാസുകൾ ഏതൊക്കെയാ? ബോംഡില്ല, കേയ, പിന്നെ any other passes from Arunachal? ഡിഫു അല്ലേ? ഡിഫു പാസ് ആണോ? ഡിഫു പാസ് അരുണാചൽ അല്ലേ ആണെന്ന് തോന്നുന്നു. സോ എനിവേ, ഈ കേയ പാസ് ഓർത്തിരിക്കുക. കീ അരുണാചൽ ഈസ് കീ ടു എന്താണ്? ഇന്ത്യാസ് പോളിസി അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുക. സോ കേയ പാസ് വഴിയാണ് ഈ ദിബാങ് വരുന്നത്. ആൻഡ് വാട്ട് എൽസ്? ലോഹിത് ജോയിൻ ചെയ്യുന്നു. ദിബ്രു സൈക്കോവ സാങ്ച്വറിയിലൂടെ പോകുന്നതും കൂടിയാണ് ഈ ദിബാങ് നദി. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ദിബാങ്. ദെൻ ദർ ഇസ് ലോഹിത്തും വരുന്നത് ആ ഒരു ഈസ്റ്റ് ചൈനയിൽ നിന്നാണ്. ഓക്കെ, ദെൻ ആസാമിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരുടെയും മേർജിങ് നടക്കുന്നത്. ദെൻ ദർ ഇസ് ധൻസിരി ഫ്രം നാഗാലാൻഡ്. ഓക്കെ, ധൻസിരി. ദെൻ ദർ ഇസ് ബോർണദി എന്ന് പറയുന്നൊരു നദി. ബോർണദി റിവർ എവിടെയാ? ബോർണദി വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാ? ആസാമിലാണ്. സോ ആസാമിലുള്ള നദിയാണ് ബോർണദി. ഇറ്റ്സ് എ ട്രിബ്യൂട്ടറി. ദിബാങ് ബയോസ്ഫിയർ റിസർവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ദെൻ ദർ ഇസ് മൗലിംഗ് നാഷണൽ പാർക്ക്. മൗലിംഗ് നാഷണൽ പാർക്ക് എവിടെയാ? മൗലിംഗ് അരുണാചൽ പ്രദേശ് ആണ്. മൗലിംഗ് ഈസ് ഓൾസോ ഇൻ അരുണാചൽ പ്രദേശ്. നാഷണൽ പാർക്ക് ഈസ് ഇൻ അരുണാചൽ പ്രദേശ്. അത് ഈ ദിബാങ്ങിന്റെ പാർട്ടാണ്. ഓക്കെ, ദെൻ മാനസ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് വരുന്ന? ട്രാൻസ്ബൗണ്ടറി അല്ലേ? ഭൂട്ടാനിൽ നിന്ന് വന്ന് പിന്നെ എൻ്റർ ചെയ്ത് ഇന്ത്യയിൽ എത്തുമ്പോൾ മാനസ് നാഷണൽ പാർക്ക് വരും. എവിടെ? ആസാമിൽ. ഓക്കെ, അവിടെ ടൈഗർ ഉണ്ട്, എലിഫന്റ് റിസർവ് ഉണ്ട്, എല്ലാം ഉണ്ട്. ദെൻ ദർ ഈസ് സംതിങ് കോൾഡ് തീസ്ത എവിടെ നിന്ന് വരുന്ന? സിക്കിമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് നോട്ട് എ ട്രാൻസ്ബൗണ്ടറി റിവർ അല്ല തീസ്ത. ഈ തീസ്തയ്ക്ക് ഒരു ട്രിബ്യൂട്ടറി ഉണ്ട് ഫ്രം സിക്കിം. ആരാ? രംഗീത്ത്, ദ ലാർജസ്റ്റ് റിവർ ഓഫ് സിക്കിം. എന്നിട്ട് ഈ തീസ്ത എവിടേക്ക് പോവും? വെസ്റ്റ് ബംഗാളിലേക്ക് പോവും. എന്നിട്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് അതെങ്ങോട്ട് പോവും? ബംഗ്ലാദേശിലേക്ക് പോവും. ഓക്കെ, അതുകൊണ്ടാണ് തീസ്ത റിവർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ആരാ അതിന്റെ മെയിൻ 2 പ്ലേയേഴ്സ്? വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശുമാണ്. ഓക്കെ, എന്നിട്ട് തീസ്ത എങ്ങോട്ടാ മെർജ് ചെയ്യുന്നത്? ബ്രഹ്മപുത്ര. ഓക്കെ, UPSC തന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? തീസ്ത ഒറിജിനേറ്റ്സ് ഫ്രം സിക്കിം ദെൻ ഗോസ് ടു ബേ ഓഫ് ബംഗാൾ. തെറ്റാണ്. ഇറ്റ് മെർജസ് നമ്മുടെ ബ്രഹ്മപുത്ര. ഓക്കെ, ദാറ്റ് ഈസ് തീസ്ത റിവർ. നെക്സ്റ്റ് ഈസ് തോർഷ. വേറൊരു നദിയാണ്. ടിബറ്റിൽ ഒറിജിനേറ്റ് ചെയ്ത് ഭൂട്ടാൻ വഴി വെസ്റ്റ് ബംഗാളിൽ കയറി. വെസ്റ്റ് ബംഗാളിൽ അപ്പോൾ ഒരു ജൽഡപ്പാറ ആൻഡ് ഗോരുമാര കേട്ടുണ്ടോ? ജൽഡപ്പാറ, ഗോരുമാര, അതിലൂടെ പോകുന്നതാണ് ഈ ടോർഷ എന്ന് പറയുന്ന നദി. ദാറ്റ്സ് ഇറ്റ്. പിന്നെ സങ്കോഷ് എവിടുന്ന? ഭൂട്ടാനിൽ നിന്ന് വരുന്നതാണ്. ഈ മാനസ് പോലെ തന്നെ വരുന്നൊരു നദിയാണ് സങ്കോഷ്, മാനസ്. ഓക്കെ, പിന്നെ റൈഡക് ഈസ് ഓൾസോ എ ട്രാൻസ്ബൗണ്ടറി റിവർ കമ്മിങ് ഫ്രം ഭൂട്ടാൻ ആൻഡ് ഇറ്റ് ഗോസ് ടു വെസ്റ്റ് ബംഗാൾ. അവിടെയാണ് നമ്മുടെ ഗാരുമാര നാഷണൽ പാർക്ക്. ദെൻ അതിലാണ് നമ്മൾ ചുക്ക ഹൈഡൽ പ്രൊജക്ട്, തല ഹൈഡൽ പ്രൊജക്ട്, ഈ 2 പുതിയ ഹൈഡൽ പ്രൊജക്ട്സും നമ്മൾ ഈ റൈഡക് നദിയിലാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്. ഗംഗ, ഇൻഡസ് ആൻഡ് ബ്രഹ്മപുത്ര. ബാക്കി നമുക്ക് നാളെ തൊട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എൻവയോൺമെന്റ് തുടങ്ങിയില്ലേ? എൻവയോൺമെന്റ് അല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ദിസ് വീക്ക് ഈസ് എൻവയോൺമെന്റ്, റൈറ്റ്? ജിയോഗ്രഫി കഴിഞ്ഞിട്ടില്ല, ഇന്നും കൂടെ ഉള്ളൂ. ഓക്കെ, സോ വാട്ട് വി വിൽ ഡു ഇസ് പ്രോബ്ലി സാറ്റർഡേ ഓർ സൺഡേ വി വിൽ ഡു ദ റിമൈനിങ് പാർട്ട്. ദിസ് സാറ്റർഡേ സൺഡേ ബാക്കിയുള്ള ഇന്ത്യൻ ജിയോഗ്രഫി പാർട്ടും whenever we get time. Tomorrow environment അല്ലേ, റിവിഷൻ ഡേ, എക്കോണമി, റൈറ്റ്? ഓൾറൈറ്റ്. സോ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് മാർക്ക്. റെസ്റ്റ് ഐ തിങ്ക് വി വിൽ സീ ഓൺ സാറ്റർഡേ ആൻഡ് സൺഡേ.